സന്തോഷത്തോടെ ഹല്ലേലൂയ, खुशी से हालेलुया, ശബ്ദമുയർത്തി ഹല്ലേലൂയ. ऊंची आवाज में हालेलुया। എല്ലാവരും നല്ല റെസ്റ്റ് എടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मेरा विश्वास है कि आप सबने अच्छा आराम किया होगा। ആമേൻ. ആത്മമണ്ഡലത്തിൽ ഒരു തുറവി നടന്നാൽ പിന്നെ ഉറക്കാനാകത്തില്ല. आत्मिक जगत में अगर कुछ खुल जाता है तो फिर वो नींद वो फिर नहीं आती है। എന്റെ ലൈഫിൽ അങ്ങനെ സംഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. मेरे जीवन में ऐसी घटनाएं बहुत हुई हैं। ചില പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ കഴിഞ്ഞാൽ അന്ന് രാത്രി ഉറങ്ങാനൊക്കത്തില്ല. कुछ खास मीटिंग्स के बाद फिर उस रात को नींद नहीं आती। എന്റെ ലൈഫിൽ ഒരു ഷിഫ്റ്റ് നടക്കുന്ന ആ മീറ്റിംഗിൽ 3 ദിവസം ഞാൻ ഉറങ്ങിയില്ല. मेरी जिंदगी में जब एक बदलाव आया उस मीटिंग में 3 दिन तक मैं सोया नहीं। 3 ദിവസം ഉറങ്ങാതിരുന്നിട്ടും ക്ഷീണമില്ല. 3 दिन तक नहीं सोया फिर भी कोई थकान नहीं। അപ്പൊ ഞാൻ വിചാരിച്ചത് എന്നെ പറ്റിയെന്ന് ഞാൻ ചോദിച്ചു, ഒരു മെന്ററോട് സംസാരിച്ചു. और उसके बाद मैंने सोचा कि ये क्या हो रहा। मैंने अपने एक मेंटर से गुरु से बात की। അദ്ദേഹം എന്നോട് പറഞ്ഞു, ശരീരത്തിലാണ് ബലഹീനത, उन्होंने मुझसे कहा कमजोरी शरीर में है, ആത്മാവിന് ബലഹീനതയില്ല. आत्मा में कोई कमजोरी ആത്മാവ് नहीं। ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. आत्मा तो बिल्कुल तैयार खड़ी है। ഒരു ഡീപ് സ്ലീപ്പ് ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ और अगर कोई गहरी निद्रा चाहता है അദ്ദേഹത്തിന്റെ അകത്തെ മനുഷ്യൻ ഉറങ്ങണം. तो उसके अंदरूनी मनुष्य को सोना जरूरी है। കണ്ണടച്ച് കിടന്നാലും അകത്തെ മനുഷ്യൻ കണ്ണ് തുറന്നിരിക്കുകയാണ്. आंख बंद करके आप सो जाएंगे तो भी अंदरूनी मनुष्य आंख खोल के बैठा है। അങ്ങനെ ചിലരെ ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ऐसे कुछ को मैं यहाँ देख रहा हूँ। ഉറങ്ങാൻ പറ്റാത്ത ചിലർ, कुछ ऐसे जो सो नहीं पा रहे हैं। ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് പ്രത്യേക ഗിഫ്റ്റുകളുണ്ട്. यहाँ कुछ ऐसे लोग हैं जिनके पास कुछ खास वरदान है। ഇതിനകത്തിരിക്കുന്ന ചിലർ ഫ്രീക്വന്റ്ലി സ്വർഗത്തിൽ പോയിട്ട് വരുന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. यहाँ कुछ ऐसे हैं जो बार बार स्वर्ग में जाकर वापस आते हैं। ഇതിനകത്തിരിപ്പുണ്ട്, എനിക്കറിയാം അവരെ. मैं जानता हूँ लोगों को, वो यहाँ बैठे हैं। അങ്ങനെയുള്ള ചിലരെ കൂട്ടത്തോടെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. कुछ ऐसे लोगों के झुंड को यहाँ से प्रभु खड़ा करने वाला है। ഭയങ്കര ദാഹത്തോടെ നിങ്ങൾ ഇരിക്കുക മാത്രം ചെയ്യുക. आपको बस बड़ी प्यास के साथ बैठना है। എത്ര പേരോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടു? आज दिन में पवित्र आत्मा ने कितनों से बात की। എത്ര പേർക്ക് രാവിലെ പറഞ്ഞ മെസ്സേജ് മനസ്സിലായി? सुबह जो संदेश मिला वो कितनों को समझ में आया। അതൊരു മെസ്സേജ് അല്ല, वो एक संदेश नहीं है, അതൊരു പ്രസംഗമായിട്ട് എടുക്കുകയും ചെയ്യരുത്. उसको बस एक प्रचार के रूप में ना ले, അതൊരു ലൈഫ് സ്റ്റൈലായി മാറണം. वो एक जीवन शैली में बदल जाए। നമ്മുടെ കോൺഫറൻസിന്റെ പേര് ലൈഫ് സ്റ്റൈൽ ഇൻ ക്രൈസ്റ്റ് എന്നാണ്. हमारे कॉन्फ्रेंस का नाम मसीह में जीवन शैली है। ആമേൻ. പുതിയ നിയമ ശുശ്രൂഷ എന്തെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, 1-2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. नए नियम की सेवकाई क्या है उसके बारे में 1-2 बातें मैंने बताई थी। യേശുവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ഓവർഫ്ലോ ആണ് ന്യൂ ടെസ്റ്റ്മെന്റ് മിനിസ്ട്രി. यीशु के साथ आपका जो व्यक्तिगत रिश्ता है उसका बहाव है नए नियम की सेवकाई। ഏതോ ഒരു കുറച്ച് പ്രസംഗം വായിച്ച് പറയുന്നതല്ല, कुछ प्रचार पढ़ के सुनाना नहीं है। അതാ കർത്താവിന്റെ ദാസൻ പ്ലാൻ ചെയ്ത പാട്ട് പാടാൻ പറ്റാതെ और പോയത്. इसीलिए परमेश्वर के दास जो गाने गाने की सोच के आए थे वो गा नहीं पाए। നമ്മൾ വന്നു നിൽക്കുമ്പോൾ हम जब आकर खड़े होते हैं ബന്ധം ഓവർഫ്ലോ ചെയ്യും. तो वो जो रिश्ता है वो बहने उमड़ने लगता है। നിങ്ങൾ അടുത്ത ഞായറാഴ്ച പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഇതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. अगले रविवार को जब आप प्लेटफॉर्म पे खड़े होंगे अंतर आपको नजर आएगा। അടുത്ത മീറ്റിംഗിൽ നിങ്ങൾ പോയി നിൽക്കുമ്പോൾ അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവിക്കാൻ अगली പറ്റും. मीटिंग में जब आप जाकर खड़े होंगे इसका फर्क आपको नजर आएगा। നിങ്ങൾ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. आपको कुछ करना नहीं पड़ेगा, നിങ്ങളിൽ നിന്നും ഇത് ഓവർഫ്ലോ ചെയ്യാൻ തുടങ്ങും. ये आपके अंदर से उमड़ने लगेगा। അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ प्रेरितों के काम जब हम पढ़ते हैं ഇന്നാണ് നമ്മൾ ഈ സൂപ്പർ നാച്ചുറൽ എന്ന വാക്ക് പോലും കണ്ടുപിടിച്ചത്. तो ये अलौकिक जो शब्द है वो आज हमने ढूंढा है। സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത് ഒരു ന്യൂ ജനറേഷൻ ടേം ആണ്. अलौकिक जो शब्द है वो नई पीढ़ी का शब्द है। അപ്പോസ്തലന്മാർ ജീവിച്ചിരുന്നപ്പോൾ जब प्रेरित जिंदा थे അവരുടെ ഡിക്ഷണറിയിൽ പോലും ഈ സൂപ്പർ നാച്ചുറൽ ഇല്ലായിരുന്നു. तो उनकी डिक्शनरी में भी ये अलौकिक ये शब्द नहीं था। അവർ ചെന്ന് നിന്നപ്പോൾ ഇതങ്ങ് ഓവർഫ്ലോ ചെയ്യും. वो जब खड़े हुए बस ये बहने लगा। അവർക്കതെല്ലാം നാച്ചുറൽ ആയിരുന്നു. ये उनके लिए स्वाभाविक था। ലാസറിനെ എഴുന്നേൽപ്പിച്ച് വിട്ടിട്ട് ചായ കുടിക്കാൻ പോയി അവർ. लाजर को उठाकर वो चाय पीने चला गया। ആമേൻ. അവർക്ക് അതൊന്നും സൂപ്പർ നാച്ചുറലായി ഫീൽ ചെയ്തില്ല. वो उनको अलौकिक लगा ही नहीं। അവരുടെ ബന്ധം ഓവർഫ്ലോ ചെയ്യാൻ തുടങ്ങി. उनका जो रिश्ता था वो बहने लगा। പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരോട് പറയുന്നു, पवित्र आत्मा आज कुछ लोगों से कह रहा है ലോകത്തിന് സൂപ്പർ നാച്ചുറൽ നിന്റെ ചർച്ചിന് നാച്ചുറലായി जो മാറാൻ दुनिया के लिए अलौकिक है वो आपके परिवार में साधारण बात बन जाएगी। വർഷത്തിൽ ഒരിക്കൽ എവിടെയോ നടക്കുന്നത് നീ എല്ലാ ദിവസവും അതിൽ ജീവിക്കുന്ന ഒരു സീസൺ വരാൻ പോകുകയാണ്. जो साल में एक बार कहीं किसी जगह होता है वो साल के हर दिन आप अपनी जीवन शैली में देखेंगे। ഹല്ലേലൂയ. हालेलुया। നിന്റെ റെവലേഷൻസും നിന്നുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ വേറൊരു ജീവിത ശൈലി ദേശത്ത് കാണിച്ചു കൊടുക്കാൻ പോകുകയാണ്.
പോവുകയാണ്. और आप अपने उस रिश्ते के द्वारा अपनी जगह पर एक अलग ही जीवन शैली को दिखाने वाले हैं. ഞാൻ ഇന്ന് രാത്രിയിലും ഇന്ന് രാവിലത്തെ പ്രസംഗത്തിന് ഒന്നുകൂടെ ഒരു ക്ലാരിറ്റി നൽകി ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. और आज सुबह का जो संदेश था उसको थोड़ा सा और स्पष्टता देते हुए मैं सेवकाई करना चाहता हूँ. ഞാനിപ്പോൾ കാണുന്ന റെവലേഷൻസ് പറയാം. अभी जो प्रकाशन मैं देख रहा हूँ वो बता ഞാൻ रहा हूँ. തുടങ്ങിയപ്പോൾ പറഞ്ഞത് ചിലർ ഈ സ്കേറ്റിംഗ് ബൂട്ട് കെട്ടാൻ നിൽക്കുന്നെന്നാ പറഞ്ഞ്. शुरुआत में मैंने ये कहा था कि कुछ लोग स्केटिंग बूट बांधने के लिए तैयार बैठे ഞാൻ हैं. വൈകുന്നേരം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോ आज शाम को जब मैं प्रार्थना कर रहा था അവർ കെട്ടി ബാലൻസ് ചെയ്തുകൊണ്ട് നിൽക്കുക. तो वो बांध के अपने आप को सही तरीके से खड़ा कर रहे हैं. ചിലർ ആ ബാലൻസിങ് തുടങ്ങി. कुछ लोग वो अपने आप को बैलेंस करना शुरू कर चुके हैं. വേഗത നീ ആർജിക്കാൻ പോവുകയാണ്. आपको बड़ी गति मिलने वाली है. ചർച്ച് മിനിസ്ട്രി ചെയ്യുന്നവരോട് ഞാൻ പറയാം, സൂപ്പർ നാച്ചുറൽ ചർച്ച് ഗ്രോത്ത് നിനക്ക് കാണാൻ പോവുകയാണ്. कलीसियाई सेवकाई करने वालों से कहना चाहता हूँ, अलौकिक वृद्धि आपकी कलीसिया में होने वाली है. ഹല്ലേലൂയ. हालेलुया. ഞാൻ ചർച്ച് തുടങ്ങിയത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടിജോയുടെ കോൺഫറൻസിൽ നിന്നും ഇറങ്ങി ഓടിയാണ് ഞാൻ പോയി ചർച്ച് തുടങ്ങിയത്. मैं पास्टर जो टीजो थॉमस है उनके कॉन्फ्रेंस से भाग कर निकला, वहां से मैंने कलीसिया की शुरुआत की. 18 അവിടെ ഒരു കോൺഫറൻസ് നടന്നു. 2018 में वहां एक कॉन्फ्रेंस हुआ ആ കോൺഫറൻസിൽ 4 ദിവസം സംബന്ധിക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. और मैं ये सोच के गया था कि 4 दिन मैं उस कॉन्फ्रेंस में शामिल होऊंगा. മൂന്നാമത്തെ ദിവസമായപ്പോൾ पर जब तीसरा दिन आया ആമേൻ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങി. तो पवित्र आत्मा बात करने लगा നിന്നോട് ദൈവം എന്തെങ്കിലും നിനക്ക് വേണ്ടി റിസ്ക് എടുക്കണമെങ്കിൽ कि अगर तेरे लिए परमेश्वर को कोई जोखिम उठाना है നീ നിൽക്കുമെന്ന് ദൈവത്തിന് വിശ്വാസം വരണം. तो परमेश्वर को ये भरोसा होना चाहिए कि तू उसमें स्थिर रहेगा. മനസ്സിലായില്ല? समझ में नहीं आया. ദൈവം നിനക്ക് വേണ്ടി റിസ്ക് എടുക്കണമെങ്കിൽ अगर परमेश्वर को आपके लिए कोई जोखिम उठाना है നീ പകുതിക്ക് ഇട്ടിട്ട് പോകത്തില്ലെന്ന് ദൈവത്തിന് വിശ്വാസം വരണം. तो परमेश्वर को ये भरोसा होना चाहिए कि आप बीच में छोड़कर भाग नहीं जाएंगे, നീ ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞു. आप स्थिर रहेंगे. അന്ന് 14-ാം തീയതിയാണ് അത് 14-ാം തീയതിയാണ്. और वो 14 तारीख थी. 15-ാം തീയതി ഞങ്ങളുടെ സഹോദരന്മാർ അന്ന് ബെന്നി ആൻസൺ ഞങ്ങൾ എല്ലാവരും ഗ്രേസ് ഫാമിലിനെ ആരാധിക്കാൻ പോകുന്നത്. 15 तारीख को जो हम जो भाई लोग थे बेनी एंसन, हम सब ग्रेस फैमिली में आराधना के लिए जाते थे. ഞാൻ അന്ന് ഗ്രേസ് ഫാമിലിയിൽ പോയില്ല. उस दिन मैं ग्रेस फैमिली में नहीं गया. അന്ന് ചാത്തന്നൂർ ഒരു ചെറിയ ഹോൾ എടുത്തിട്ടുണ്ട്. चैतनूर में एक छोटा सा हॉल ले रखा था ഞാൻ ആ ഹോളിൽ പോയി 10 മണിയായപ്പോൾ നിൽക്കാൻ തുടങ്ങി. और उस हॉल में जाकर जब 10 बजे मैं वहां जाके खड़ा हो गया ഞാൻ പറഞ്ഞു ചാത്തന്നൂർ ഞാൻ ഉറച്ചു നിൽക്കാം. और मैंने कहा मैं चातनूर में स्थिर रहूंगा. ഞാൻ ആദ്യത്തെ സഭായോഗം ഞാൻ ഒറ്റയ്ക്ക് നടത്തി. पहली जो आराधना सभा वो मैंने अकेले चलाई, ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു, अकेले प्रार्थना की, ഒറ്റയ്ക്ക് പ്രസംഗിച്ചു, अकेले प्रचार किया, ഒറ്റയ്ക്ക് സ്തോത്ര കാഴ്ച ഇട്ടു, अकेले भेंट चढ़ाई ഒറ്റയ്ക്ക് സ്തോത്ര കാഴ്ച എടുത്ത് ചായ കുടിച്ചു. और अकेले वो भेंट उठा के चाय पी ली. എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി. मैंने अपना जो नजरिया था वो साफ किया. ഞാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു. मैंने कहा मैं स्थिर रहूंगा. ആ ചർച്ചിനെ ദൈവം വളർത്താൻ തുടങ്ങി. और परमेश्वर उस कलीसिया को बढ़ाने लगा. ഈ ദിവസങ്ങൾ നിന്റെ സ്റ്റാൻഡ് ക്ലിയർ ആക്കണം. इन दिनों में आपको अपना स्टैंड साफ करना ചിലരുടെ है. സ്റ്റാൻഡ് ക്ലിയർ ആക്കിയാൽ आप अगर अपनी स्थिति स्पष्ट നീ करेंगे പ്രതീക്ഷിക്കാത്ത ഒരു തീ നിന്റെ മേൽ ഇന്ന് രാത്രി വീഴും. तो आपकी आशा से बढ़कर एक आग आज आप पर गिरेगी. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളെ തട്ടി ഇപ്പോൾ തന്നെ അതിനെ സ്വീകരിച്ചു. अगर आपको विश्वास है तो ताली बजाते हुए उसको स्वीकार करें. ഓ എനിക്കറിയാം ഈ അന്തരീക്ഷം തിരിഞ്ഞു നിൽക്കുകയാണ്. मुझे लग रहा है इस माहौल में बहुत ഇതൊരു जबरदस्त പകർച്ചയുടെ രാത്രിയാണ്. एक भरपूरी की रात. ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫ് സ്റ്റൈൽ ചിലർക്ക് ദൈവം തരാൻ പോകുകയാണ്. कुछ लोगों को परमेश्वर एक अलौकिक जीवन शैली देने जा रहा है. ഹല്ലേലൂയ. हालेलुया. ഞാൻ പ്രവാചകന്മാരുടെ വാക്കിനെ കണ്ണടച്ച് വിശ്വസിക്കുന്നു. मैं भविष्यद्वक्ताओं की बातों पर आंख बंद करके विश्वास करता നിങ്ങൾ हूं. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയും ഇത് എനിക്കൊരു പുതിയ യുഗമായിരിക്കും. चाहे आप माने या न माने, मैं कहता हूं मेरे लिए ये एक नया युग होगा. ഇത് സീസൺ അല്ല, ये सीजन नहीं है. സീസൺ പെട്ടെന്ന് അവസാനിക്കും. सीजन जल्दी खत्म हो जाता പക്ഷെ है യുഗങ്ങൾ അവസാനിക്കത്തില്ല. लेकिन युग खत्म नहीं होते. അതുകൊണ്ടാണ് ഞാൻ ആ വാക്കിനെ വീണ്ടും പിടിച്ചിരിക്കുന്നത്. इसीलिए मैंने उस शब्द को फिर से लिया है. ഇതൊരു ഡെക്കേഡ് ആണ്, ये एक दशक है, ഇതൊരു യുഗമാണ്. ये एक युग है. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ചു. अगर आप विश्वास कर सकते हैं तो आज विश्वास करें. മാങ്ങ കായ്ക്കാൻ ഒരു സീസൺ ഉണ്ട്. आम के लगने का एक सीजन होता है. 2-3 സീസൺ കഴിയുമ്പോൾ മാങ്ങ കായ്ച്ച് 3 മാസം കഴിയുമ്പോൾ മാവ് പിന്നെയും ചുമ്മാതെ നിൽക്കും. और जब मौसम आता है उसमें फल लगते हैं 2-3 महीने, उसके बाद में वो वृक्ष वैसे ही खाली रहता है. പിന്നെ മാവ് കായ്ക്കത്തില്ല. उसके बाद आम नहीं लगते. പിന്നെ ചക്ക കായ്ക്കും. उसके बाद में कटहल लगता है. മാവ് നോക്കി നിൽക്കും. और जो आम का पेड़ है वो देख के खड़ा रहता ചക്ക है. തീരുമ്പോൾ റംബുട്ടാൻ കായ്ക്കും. कटहल जब खत्म हो जाता है तो अगला फल ഇത് लगता है. രണ്ടും നോക്കി നിൽക്കും. ये दोनों देखते रहते ആ हैं. സീസൺ തീർന്നു. वो सीजन खत्म हो गया. 12 മാസവും 12 വ്യത്യസ്ത ഫലങ്ങൾ കായ്ക്കുന്ന യുഗങ്ങളിലേക്ക് നീ
12 महीने 12 तरह के फल लाने वाले युग में आप प्रवेश कर रहे हैं। സ്വീകരിച്ചോ. ഇപ്പോഴാ പകർച്ച നടക്കുകയാണ്. वो भरपूरी अभी हो रही है। വിശ്വസിക്കാൻ പറ്റുന്നവർ ഇപ്പോൾ തന്നെ സ്വീകരിക്കുക. वो विश्वास कर सकते हो, उसे स्वीकारें। ഓഡലബ ഷണ്ടലരബ തിബോലിയ തബക തലാദേ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വിളിച്ച് യേശുവേ. अगर विश्वास करते हैं पुकारे यीशु। ഒരു യുഗം തുറക്കുകയാണ്. एक युग खुल रहा है। ബ്ലസൻ പാസ്റ്റർക്ക് വേണ്ടി സീസൺ തുറന്നാൽ अगर ब्लसन पास्टर के लिए एक सीजन खुले ബ്ലസൻ പാസ്റ്റർക്ക് तो മാത്രമുള്ളതായിരിക്കും. वो सिर्फ ब्लसन पास्टर के लिए होगा। പക്ഷെ അദ്ദേഹത്തിന്റെ മേലൊരു യുഗം തുറന്നാൽ लेकिन उन पर अगर एक युग खुल जाए ഇദ്ദേഹം നിർത്തുന്നിടത്ത് അദ്ദേഹത്തിന്റെ മക്കൾ കയറി പിടിക്കും. तो जहां ये रोकेंगे वहां इनके बच्चे शुरू करेंगे। അതാ ഞാൻ പറഞ്ഞത്. इसीलिए मैंने कहा യേശു ശുശ്രൂഷിച്ചത് സീസണിലല്ല. यीशु ने एक सीजन में सेवकाई नहीं അത് की। സീസൺ ആയിരുന്നെങ്കിൽ अगर वो सीजन होता കല്ലറ കൊണ്ട് തീരണമായിരുന്നു. तो कब्र के साथ खत्म हो जाता। പക്ഷെ യേശു മരിച്ചിട്ടും ഇത് തീരാത്തതിന്റെ കാര്യം ഇതൊരു യുഗമാണ്. लेकिन यीशु की मौत के बाद भी ये खत्म क्यों नहीं हो रहा? क्योंकि ये एक युग है। ജീസസ്. ആരെങ്കിലും ഒക്കെ പറ ഒരു യുഗം തുറക്കുക എന്ന് പറ. कोई बोली एक युग खुल रहा ഞാൻ है। വീണ്ടും പറയാം. मैं फिर से कहना चाहता ഈ हूँ, യുഗം നിന്റെ മേൽ തുറന്നു കിട്ടിയാൽ ये युग अगर आप पर खुल गया നീ യോഗത്തിനൊന്നും പോണ്ട. तो फिर आपको सभा में जाने की जरूरत നിന്റെ नहीं। യോഗത്തിന്റെ നോട്ടീസ് കാണുമ്പോൾ ആളുകൾ ഫയർ ആവും. आपकी सभा का नोटिस देखते ही लोगों में एक आग लगेगी। ആ ഒരു നിലയിലേക്ക് ദൈവം കാര്യങ്ങൾ തിരിക്കാൻ പോകുകയാണ്. इस स्तर में एक बदलाव प्रभु लाने वाला നിന്റെ है। ചർച്ചിന്റെ പേര് കേൾക്കുമ്പോൾ ആളുകൾ സൗഖ്യമാകും. आपकी कलीसिया का नाम सुनते ही लोग चंगे हो जाएंगे। അങ്ങനെയൊക്കെ ജീവിച്ച ആളുകൾ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. ऐसे जीने वाले लोग इस केरल में थे അതിനകത്തൊരാളാണ് ഈ വാര്യാപുരം യോനാച്ചാൻ എന്ന് പറയുന്ന ആൾ. और उनमें से एक है वारियापुरम योनाचन नाम के एक परमेश्वर के दास। ആമേൻ. തമിഴ്നാട്ടിൽ നിന്ന് ഭൂതത്തെ കയറ്റിക്കൊണ്ട് ആമേൻ പത്തനംതിട്ടയിലെ വാര്യാപുരത്തേക്ക് വരും. तमिलनाडु से एक दुष्टात्माग्रस्त लेकर वारियापुरम में पतनमतिट्टा में लेकर आते हैं। റാന്നി എത്തുമ്പം ചോദിക്കും, रानी पहुंचने पर वो पूछता है, ഭൂതം ചോദിക്കും, वो दुष्टात्मा पूछती है വാര്യാപുരത്തേക്ക് പോവുകയാണോ? कि क्या तुम वारियापुरम में जा रहे हो? ആമേൻ. അങ്ങനെയാണെങ്കിൽ പോകണ്ട. अगर ऐसा है तो वहां नहीं जाना, അതിനു മുമ്പേ ഞാൻ പൊക്കോളാം. उससे पहले मैं निकल जाती हूँ। നിന്റെ വീടിന്റെ പേര് കേൾക്കുമ്പോൾ, आपके घर का नाम നിന്റെ सुनकर, ചർച്ചിന്റെ പേര് കേൾക്കുമ്പോൾ, आपकी कलीसिया का नाम सुनकर, നിന്റെ മിനിസ്ട്രിയുടെ പേര് आपकी सेवकाई का नाम सुनकर, പിടിക്കാമെങ്കിൽ പിടിച്ചോണം. अगर आप पा सकते हैं तो पाएं। ഓ കാണാൻ നിക്കല്ലേ. देखने के लिए कोई खड़ा न रहे। യേശു അങ്ങനെ നിന്റെ ലൈഫിനെ തിരിക്കാൻ പോവുക. यीशु आपकी जिंदगी को इस तरह से बदलने जा रहा है। വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. अगर आप विश्वास कर सकते हैं तो विश्वास करें। ഒരു പുതിയ യുഗത്തിലേക്ക് നീയും കേരള സഭയും ആമേൻ ആമേൻ ലോകവ്യാപകമായ ബോഡി ഓഫ് ക്രൈസ്റ്റും പ്രവേശിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मेरा विश्वास है कि आप ये केरल की कलीसिया दुनिया भर की मसीह की देह एक नए युग में प्रवेश कर रही है। മുമ്പ് ഞങ്ങൾക്കൊരു പേരുണ്ടായിരുന്നു, पहले हमारा एक नाम था, സീസൺ ചേഞ്ചേഴ്സ്. वो सीजन चेंजर्स അതായത് नाम ഞങ്ങൾ था। ചെന്ന് നിന്നാ സീസൺ ചേഞ്ച് ആവും. यानी जहां हम खड़े होते हैं सीजन बदल जाता ഇന്ന് है। രാത്രി ഞാൻ പേര് മാറ്റി പറയുകയാണ്. आज उस नाम को मैं बदल रहा हूं। നീ യുഗങ്ങളെ ചേഞ്ച് ചെയ്യുന്നവനാ. आप युगों को बदलने वाले हैं। വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോണം. अगर आप विश्वास कर सकते हैं तो ചേർന്ന് करें। വിളിക്കാമോ യേശുവേ. मिलकर पुकारे यीशु। ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം വ്യത്യസ്തമായ വാക്കുകളാണ്. हम जो शब्द इस्तेमाल करते हैं वो अलग शब्द है। ആമേൻ. വേൾഡ് ഇവാഞ്ചലിസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, विश्व सुसमाचार प्रचार वो सब ലോക सुना है, പ്രശസ്തൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. विश्व विख्यात ये सुना है। പക്ഷെ ഈ യുഗം നിന്റെ മേൽ തുറന്നാൽ पर अगर युग आप पर खुल गया നിനക്കൊരു പുതിയ പേര് വിളിക്കും, तो आपका एक नया नाम होगा, കോസ്മിക് ഇവാഞ്ചലിസ്റ്റ്. वो जो ब्रह्मांड का सुसमाचार है। വല്ലതും പിടികിട്ടിയൊന്നും എനിക്ക് അറിയത്തില്ല. मुझे नहीं पता आपको समझ में എന്ന് आया कि പറഞ്ഞാൽ നിന്റെ പ്രസംഗം 4 3 7 പേരെല്ലാം മുഴുവൻ ഗാലക്സികൾ ശ്രദ്ധിക്കുന്ന ഒരു സീസൺ വരാൻ പോകുക. यानी आपका प्रचार 4-5 लोग नहीं सारा ब्रह्मांड सुनेगा। ഞങ്ങളുടെ ആളുകൾക്ക് പരിചയമുള്ള വാക്കുകളാണത്. हमारे लोग इस शब्द को जानते हैं। അമ്മേ ഒന്ന് പരിചയപ്പെടുത്താല്ലേ, അവരൊക്കെ ഒന്നുകൂടെ പരിചയപ്പെടുത്തണം നമുക്ക്. हमें एक उनको फिर से बताना है, ये കോസ്മിക് ഇവാഞ്ചലിസ്റ്റ് ये ब्रह्मांड के सुसमाचारक, പുതിയ പേരാ. एक नया नाम। സൂപ്പർ നാച്ചുറൽ ലൈഫ് സ്റ്റൈലായി മാറും. अलौकिक जीवन शैली बन जाए। ചുമ്മാ ചന്തയിൽ പോകുന്ന പോലെ ऐसे ही जैसे बाजार में जाते हैं, മരിച്ചവനെ എഴുന്നേൽപ്പിക്കാൻ പോകും. मुर्दे को उठाने जा रहे हैं। വിശ്വസിക്കുന്നില്ല നിങ്ങൾ? आप विश्वास नहीं कर रहे हैं, ഞാനത് വിശ്വസിക്കുന്നു. मैं विश्वास करता हूं।
ഈ ലൈഫ് സ്റ്റൈലിന്റെ പ്രത്യേകത, इस जीवन शैली की खासियत, കിങ്ഡത്തിന്റെ മറ്റൊരു പ്രത്യേകത, राज्य की एक और खासियत, കിങ്ഡത്തിന്റെ ഒരു കറൻസി ഉണ്ട്. राज्य की एक मुद्रा है. ആ കറൻസി ഇന്ത്യൻ റുപ്പീസ് അല്ല, वो भारतीय रुपए नहीं है, ഡോളർ അല്ല, डॉलर नहीं है, പൗണ്ട് അല്ല, पाउंड नहीं है, യൂറോ അല്ല. യൂറോ नहीं है. അതൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് മാർക്കറ്റിൽ നിന്ന് എന്തും വാങ്ങിക്കാം. वो सब हो तो आप बाजार से कुछ भी खरीद सकते हैं. പക്ഷെ ഈ ലൈഫ് സ്റ്റൈലിന്റെ പ്രത്യേകത, लेकिन इस जीवन शैली की खासियत, കിങ്ഡത്തിന്റെ കറൻസി എന്ന് പറയുന്നത് परमेश्वर के राज्य की जो करेंसी है ഫെയ്ത്ത് ആണ്. वो विश्वास है. എന്ത് വാങ്ങിക്കാൻ ചെന്നാലും कुछ भी लेने के लिए जाओ, ദൈവം ചോദിക്കുന്നത് परमेश्वर पूछता है ആ സാധനം കയ്യിലുണ്ടോ, क्या वो चीज है तेरे पास, ഫെയ്ത്ത് ഉണ്ടോ, क्या विश्वास है. ഇങ്ങോട്ട് താ, आजा, അതിന്റെ മൂല്യം അനുസരിച്ച് ഞാൻ തിരിച്ചു തരാം. जितना विश्वास उसके अनुसार मैं वापस दूंगा. വലിയ ഫെയ്ത്ത് കൊടുത്താൽ വലിയ അത്ഭുതം തിരിച്ചു കിട്ടും. बड़ा विश्वास दोगे तो बड़ा चमत्कार मिलेगा. അറിയത്തില്ല ആരൊക്കെയോ ആ കറൻസി വെച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് कोई है जिसके पास वो करेंसी है. ഇതുവരെ ഇല്ലാത്ത പോലൊരു വിശ്വാസം നിന്റെ അകത്തും കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പോകുകയാണ്. आज तक जितना था उससे कहीं बढ़कर एक विश्वास आपके अंदर उत्पन्न होने वाला है. ഉറക്കെ വിളിച്ച് जोर से पुकारे, ശബ്ദമുയർത്തി ऊंची आवाज में യേശുവേ. यीशु. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം. एक दो बातें बताकर हम प्रार्थना करेंगे. ഇരുന്നോ ദിവസം. ഹല്ലേലൂയ. हालेलुया. അപ്പോസ്തലന്മാർക്ക് സൂപ്പർ നാച്ചുറൽ എന്ന വാക്കറിയത്തില്ല. प्रेरितों को अलौकिक शब्द का भी पता नहीं था. അവരിതെല്ലാം നാച്ചുറൽ ആയിട്ടാ ചെയ്തേ. ये सब उन्होंने प्राकृतिक रूप से किया. അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. उनको कुछ खास नहीं लगा. ഇതിൽ കുറച്ച് എന്താ പ്രതീക്ഷിക്കണ്ടേ? अब इससे कम आशा भी क्या करें. ഒന്ന് കൊരിന്ത്യർ 4:17 ഒരു വാക്യമുണ്ട്, വായിക്കണ്ട. 1 कुरिन्थियों 4:17 में एक वचन है, पढ़ने की जरूरत പൗലോസ് नहीं. പറയുകയാണ്, पौलुस कहता है, തിമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ വരും, तीमुथियुस तुम्हारे पास आएगा, എന്നിട്ട് അവൻ നിങ്ങളോട് ക്രിസ്തുവിലെ എന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനാണെന്ന് കാണിച്ചു തരും. और वो तुम्हें दिखाएगा कि मसीह में मेरा जीवन, मेरी जीवन शैली कैसी है. മലയാളത്തിൽ ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ കാണിച്ചു തരുമെന്നാ. और मलयालम में ऐसे लिखा है कि मसीह में मेरे मार्ग कैसे है वो दिखाएगा. അപ്പന്മാരിൽ നിന്നും അതവർ കണ്ടു പഠിച്ചു. पिताओं को देखकर उन्होंने उसे सीखा എന്നിട്ട് അതുപോലെ നടക്കുന്ന അടുത്തൊരു और ജനറേഷൻ. उसी तरह से चलने वाली अगली एक पीढ़ी. ഇന്ന് രാത്രി ഞാൻ പറയാം, आज मैं कहना चाहता हूँ, പാസ്റ്റർ ടിജോയെ പോലെ പാസ്റ്റർ ഫിന്നിയെ പോലെ അടുത്ത ഒരു ജനറേഷന്റെ പകർച്ച നിങ്ങളുടെ മേൽ നടക്കാൻ पास्टर टिजो की तरह, पास्टर फिन्नी की तरह अगली पीढ़ी का एक अभिषेक आप पर वो उंडेलने जा रहा. ഇവരെ ഒന്നും ഇങ്ങനെ ഒരു കൊച്ചു കൂട്ടായ്മയെ കിട്ടത്തില്ലെന്നറിയാവോ? आपको पता है कि ये लोग ऐसी छोटी छोटी सभाओं में इनको बुलाया नहीं जा सकता. അദ്ദേഹം ഒരു 2 വർഷമായിട്ട് പ്രസംഗിക്കുന്ന ഏറ്റവും കൊച്ചു കൂട്ടായ്മ ഇതായിരിക്കും. मुझे लगता है 2 साल में उन्होंने जिस मंडली में प्रचार किया उसमें सबसे छोटी ये होगी अभी. എനിക്ക് ഈ കൊച്ചു കൂട്ടായ്മയ്ക്ക് അദ്ദേഹത്തെ കൊണ്ടുവരണമെന്നൊരു ആഗ്രഹമാണ്. और मेरी इच्छा है कि मैं उस छोटी मंडली में उनको लेकर आऊं. എന്താ കാര്യം എന്നറിയോ? और उसका कारण क्या है? 2 വലിയ കോൺഫറൻസ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. हमने बड़े बड़े कॉन्फ्रेंस किए हैं. ആളുകൾ പ്രാർത്ഥിക്കാൻ വന്ന് നിന്നാൽ എല്ലാരെയും കൈവെക്കാൻ പറ്റത്തില്ല. लोग प्रार्थना के लिए जब आते हैं तो सब पर हाथ नहीं रखा जा सकता. മിടുക്കന്മാർ 10 പേര് പ്രാപിച്ചു പോകും. जो ज्यादा चतुर होते हैं वो 10 लोग पाके निकल लेते हैं. ആര് വന്നാലും കൈവെപ്പ് 10 പേരുടെ മേൽ. जो भी आता है सिर्फ 10 लोगों पर हाथ रखा जाता है. ബാക്കി 900 പേർക്ക് ഒന്നും കിട്ടത്തില്ല. बाकी 900 लोगों को कुछ नहीं मिलता. പക്ഷെ ഈ 150 പേർക്കും എല്ലാം കിട്ടണം. लेकिन इन 150 को सब कुछ मिलना चाहिए. എനിക്കറിയാം നിങ്ങൾക്കത് കിട്ടി തുടങ്ങുകയാണ്. मुझे पता है कि आपको वो मिलना शुरू हो गया है. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास करते हैं? ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ. ये भरोसा पक्का है ഈ प्रियो. ഒരു റിഫൈനറിക്കകത്ത് ഇരിക്കുകയായിരുന്നു. आप एक कारखाने के अंदर बैठे हैं. ക്രൂഡോയിലിന്റെ പകുതി റിഫൈനൊക്കെ കഴിഞ്ഞിരിക്കുക. तो आधा निखार सफाई आदि हो चुकी है. നിങ്ങൾ ഏറ്റവും ആമേൻ ആമേൻ എന്താ എക്സ്പ്ലോസീവ് ആയ നിലയിൽ പുറത്തു വരാൻ और പോകുകയാണ്. अब आप अत्यंत विस्फोटक रूप में बाहर निकलने वाले हैं. ഞാൻ ആ വാക്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. उन वचनों को एक बार और याद दिलाकर मैं आपके लिए प्रार्थना സൂപ്പർ നാച്ചുറൽ ലൈഫ് സ്റ്റൈൽ. अलौकिक जीवन शैली. എല്ലാരും പറഞ്ഞേ സൂപ്പർ നാച്ചുറൽ ലൈഫ് സ്റ്റൈൽ. बोलिए अलौकिक जीवन शैली. സൂപ്പർ നാച്ചുറൽ എന്ന പ്രസംഗമല്ല, अलौकिक एक प्रचार नहीं है. സൂപ്പർ നാച്ചുറൽ ലൈഫ് സ്റ്റൈൽ. अलौकिक जीवन शैली. റിവൈവൽ ഒരു ലൈഫ് സ്റ്റൈലാണ്. बेदारी एक जीवन शैली बननी चाहिए. റിവൈവൽ നമ്മൾ ഉണ്ടാക്കുന്നതല്ല, बेदारी को हम बनाते नहीं है. നിന്നിലെ ദൈവബന്ധത്തിൽ നിന്നും ആ റിവൈവൽ ഓവർഫ്ലോ ആകുകയാണ്. आपके अंदर जो परमेश्वर का रिश्ता है उसमें से बेदारी उमड़ती है. ആമേൻ. आमेन. ഈ തലമുറയിൽ നടന്ന ഏറ്റവും വലിയ റിവൈവലുകളിലെ ഒന്നായിരുന്നു ടൊറന്റോ റിവൈവൽ. इस पीढ़ी में हुई सबसे बड़ी बेदारियों में से एक थी टोरंटो की बेदारी. ടൊറന്റോ റിവൈവൽ
ദൈവം ഉപയോഗിച്ചത് ജോൺ അർലോട്ടും കാർലിൻ എന്നൊരു രണ്ടുപേരാണ്. और टोरंटो की बेदारी में परमेश्वर ने जॉन अर्लोट और कैरोलिन दो जनों को इस्तेमाल किया. ഈ കോൺഫറൻസിൽ അവർ ഇവിടെ വരേണ്ടതായിരുന്നു. और इस कॉन्फ्रेंस में उनको यहाँ आना था. എന്നാൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ വിഷയങ്ങൾ കാരണം അവർക്ക് അവരുടെ വിസ അവരായിട്ട് മാറ്റി. लेकिन यहाँ की राजनीतिक परेशानियों के कारण उन्होंने खुद अपना वीजा बदल लिया. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, लेकिन मेरा विश्वास है റിവൈവലിന്റെ അപ്പന്മാരെ ദൈവം നമ്മുടെ സിറ്റിയിൽ അയക്കാൻ പോവുകയാണ്. बेदारी के पिताओं को परमेश्वर हमारे शहर में भेजेगा. ഞാൻ മിഷൻ നിർത്തിയിട്ടില്ല, मैंने मिशन बंद नहीं किया है, ഞാൻ പുറകെ നടക്കുകയാണ്. मैं उसके पीछे लगा हुआ हूं റിവൈവലിന്റെ അപ്പന്മാരെ ഇവിടെ വേണം. कि बेदारी के पिताओं को हमें यहाँ लाना है. ചേർന്നൊരു ഹല്ലേലൂയ പറയാവോ? बोले हालेलुया. ഈ മനുഷ്യൻ എന്താ സംഭവിച്ചത്? इस व्यक्ति के साथ क्या हुआ? ഒരു ബെനിഹിന്റെ കോൺഫറൻസിൽ സംബന്ധിച്ചതാണ്. बेनिहिन के कॉन्फ्रेंस में ये गए, ഒരു ഫയർ അദ്ദേഹത്തിന്റെ മേൽ വീണു. एक आग उन पर गिरी അദ്ദേഹം കാനഡയിലെ ടൊറന്റോയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. और कनाडा के टोरंटो में जाकर वो सेवकाई करने लगे. എയർപോർട്ടിനടുത്തൊരു ചർച്ച്, एयरपोर्ट के पास में एक चर्च, ആ ചർച്ചിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. उस कलीसिया में अपनी सेवकाई शुरू की. റിവൈവലിന്റെ അഗ്നി അവിടെ പടരാൻ തുടങ്ങി. बेदारी की आग वहां फैलने लगी. ഇനി അതിന്റെ റിസൾട്ട് ഞാൻ പറയാം. अब उसका വർഷങ്ങളോളം അവിടെ മനുഷ്യന് മനസ്സിലാകാത്ത മാനിഫെസ്റ്റേഷൻസ് നടന്നു. ഓ ജീസസ്, ഹല്ലേലൂയ. താങ്ക് യു. മനുഷ്യന് മനസ്സിലാകാത്ത കുറെ മാനിഫെസ്റ്റേഷൻസ് അവിടെ നടന്നു. कुछ ऐसी बातें वहां हुई जिसको मनुष्य समझ नहीं सकता. മേ ബി ഇവിടെ സ്ലെയിൻ ആവുന്നത് പോലും ചിലർക്ക് മനസ്സിലാകുന്നില്ല. यहाँ पे जब लोग स्नेन होते वो भी कभी लोग समझ नहीं पाते. പക്ഷേ ടൊറന്റോ റിവൈവലിൽ ഹെവി ആയിരുന്നു മാനിഫെസ്റ്റേഷൻസ്. लेकिन वहां पर जो कुछ प्रकटीकरण हुए वो बहुत बड़े थे. ഈ ജനറേഷന് മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ നടന്നു. कुछ ऐसी बातें जो इस पीढ़ी को समझ में नहीं आ सकती. നിങ്ങൾക്കറിയാമോ, അവിടെ വന്നു പോയ ആളാണ് പാസ്റ്റർ ബിൽ ജോൺസൺ. क्या आपको पता है पास्टर बिल जॉनसन वहां आकर गए हुए व्यक्ति हैं. ഹൈഡി ബേക്കർ അവിടെ വന്നിട്ട് പോയ ആളാണ്. हाइडी बेकर वहां आकर फिर गए हुए व्यक्ति हैं. ലോകത്തിലെ വലിയ റിവൈവലുകളുടെ ഉറവിടമായ റെഡിഫിലെ ബെഥൽ ചർച്ചിന്റെ കാരണം ഒരു റിവൈവലിന്റെ സ്ഥലത്തൂടെ കേറിപ്പോയ ഒരു മനുഷ്യനാണ്. बेतेल कलीसिया की जो बेदारी है वो उसका कारण ये एक व्यक्ति जो उस बड़ी बेदारी में आकर गया. അടുത്ത ദിവസങ്ങൾ അങ്ങനെയുള്ള ചിലരെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കും. और आने वाले दिनों में उन लोगों से प्रभु हमें जोड़ेगा. അവരുടെ ലൈഫ് സ്റ്റൈലുകൾ നിങ്ങളുടെ മേൽ ഉണ്ടാക്കിയെടുക്കും ദൈവം. और उनकी जीवन शैली प्रभु आपके जीवन में भी लाएगा. വിശ്വസിക്കാൻ ആരെങ്കിലും ഉണ്ടോ? क्या कोई विश्वास कर सकता है? ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? मिलकर कहे हालेलुया. നിങ്ങളിൽ ചിലരെ ദൈവം സ്പെഷ്യലിസ്റ്റുകളാക്കി മാറ്റും. ऐसे आप में से कुछ लोगों को प्रभु विशेषज्ञ बनाएगा. ഈ ബിൽ ജോൺസന്റെ പ്രത്യേകത, इस बिल जॉनसन की खासियत അദ്ദേഹം ഹാർട്ട് സംബന്ധമായ രോഗങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. हृदय रोगों के संबंध में वो एक विशेषज्ञ है. ഞാൻ അദ്ദേഹത്തിന്റെ കോൺഫറൻസിൽ സംബന്ധിച്ചിട്ടുണ്ട്. उनके सम्मेलन में मैं गया हूँ. ആളുകളെ സ്റ്റെൻഡ് ഇട്ടിട്ടുള്ള ആളുകളെയും അകത്ത് കിടക്കുന്ന സാധനങ്ങൾ ഇട്ടിട്ടുള്ള ആളുകളെ മാത്രം വിളിക്കും. और वो सिर्फ उन लोगों को बुलाते हैं जिनके स्टेंट लगा हुआ हृदय അവർ में. മാത്രം വരാൻ പറയും. सिर्फ उनको वो बुलाते हैं. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. उनके लिए प्रार्थना करते हैं. പ്രാർത്ഥിച്ചിട്ട് വിടത്തില്ല. प्रार्थना करके भेज नहीं देते. തൊട്ടടുത്ത് കാർഡിയോളജിസ്റ്റ് ഇരിപ്പുണ്ട്. ठीक पास में कार्डियोलॉजिस्ट बैठा है അവിടെ പോയി ചെക്ക് ചെയ്ത് സർട്ടിഫിക്കറ്റുമായിട്ട് വരണം. और कहता है वहां पे जाके जांच करवा के सर्टिफिकेट लेकर आओ. നിന്റെ ചർച്ചകളിൽ അത്ഭുതങ്ങൾ പ്രൂവ് ചെയ്യുന്ന സിസ്റ്റങ്ങൾ വരാൻ പോവുകയാണ്. आपकी कलीसियाओं में चमत्कारों के साबित करने का एक सिस्टम आने वाला है. നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? क्या आपको विश्वास नहीं है? അടുത്തൊരാളുണ്ട്. अगला एक आदमी है അദ്ദേഹം എല്ലിനകത്ത് കിടക്കുന്ന കമ്പിയുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. और वो हड्डियों में जो रॉड लगी है उसके विशेषज्ञ है. ഇത് ടൊറന്റോ റിവൈവലിൽ പോയി ഒരു മാസം താമസിച്ചവനാണ്. टोरंटो बेदारी में जाकर 1 महीने रहने वाला व्यक्ति है ये. കമ്പിയിട്ട ആളുകൾ വരാൻ പറയും. वो ये कहता है कि जिसकी भी हड्डियों में रॉड लगी है वो आ जाए. അവിടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ആളുകൾ റിപ്പോർട്ട് ചെയ്യും. सामने जब खड़े होते हैं लोग रिपोर्ट करते हैं എല്ല് ഒടിയുന്ന ശബ്ദം അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് കേൾക്കാം. कि पास वाले जो खड़े होते हैं उनको सुनाई देता हड्डियां टूट रही है उसकी आवाज. ചിലർ എന്നെ കണ്ണുരുട്ടി നോക്കുന്നു. कुछ लोग मुझे घूर के देख रहे हैं. നിങ്ങളുടെ ചർച്ചിൽ റിവൈവൽ ഇല്ലെന്നും പറഞ്ഞ് आपकी कलीसिया में बेदारी नहीं है तो ലോകത്തിൽ റിവൈവൽ ഇല്ലെന്ന് പറയരുത്. इसका मतलब ये मत बोलना कि दुनिया में कहीं बेदारी നീ नहीं है. പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം നടന്നില്ലെന്ന് പറഞ്ഞ് अगर आपके प्रार्थना से बेदारी नहीं हो रही അത്ഭുതങ്ങൾ ഇല്ലെന്ന് പറയരുത്. तो इसका मतलब ये नहीं है कि चमत्कार नहीं हो रहे. എന്തിനായി കോൺഫറൻസ്? इस कॉन्फ्रेंस में ഇല്ലെന്ന് കേരളം പറയുന്ന ചില അത്ഭുതങ്ങളെ ഉണ്ടെന്ന് കാണിക്കാൻ कुछ ऐसे चमत्कार करने के लिए जिनको दुनिया कहती है कि नहीं हो सकते. ഇതുവരെ കേരളക്കര കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളുടെ
സീസണിലേക്ക് പ്രവേശിക്കാൻ केरल ने जिन चमत्कारों को आज तक नहीं देखा उनके सीजन में प्रवेश करने के അവൻ लिए നിങ്ങളെ ചിലരെയും ആക്കാൻ പോകുകയാണ്. आप में से कईयों को प्रभु चुन रहा है. കമ്പി ഒടിയുന്ന ശബ്ദം കേൾക്കാം. जो रॉड्स होती है उसके टूटने की आवाज सुनती है. ഡാൻസും പാസ് നമ്മൾ ചെയ്യുന്ന പോലെ പ്രാർത്ഥിച്ചങ്ങ് വിടത്തില്ല. और फिर हम जैसे करते हैं वो प्रार्थना करके वापस नहीं भेज देते. അവനെ കൊണ്ടുപോയി എക്സ്റേ എടുപ്പിക്കും. उनको ले जाकर एक्सरे करवाते हैं. പ്രാർത്ഥിക്കാൻ വരുന്നതിന് മുമ്പേ എക്സ്റേ വേണം. प्रार्थना करने के लिए आने से पहले एक्सरे പ്രാർത്ഥന चाहिए. കഴിഞ്ഞിട്ടും എക്സ്റേ വേണം. प्रार्थना के बाद भी एक्सरे चाहिए. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള എക്സ്റേ റൂമുകൾ വരെ ഉള്ള ചർച്ചകൾ ഉണ്ടാകാൻ പോകുകയെന്നാണ് ഞാൻ ഈ संक्षेप പറഞ്ഞു में വരുന്നത്. कहूं कि ऐसी एक्सरे करवाने वाली और कलीसियाएं बनने वाली हैं. വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? क्या कोई है जो विश्वास करता है? എനിക്കറിയാം ഇതൊരു പുതിയ യുഗമാണ്. मुझे पता है कि ये एक नया युग है. ചേർന്ന് വിളിച്ച യേശുവേ, मिलकर पुकारे यीशु. കൈറോസ് ആക്ടിവേറ്റ് ആകും. काइरोस एक्टिवेट हो रहा അത് है. ചിലർക്കറിയാം അവരുടെ ലൈഫിൽ കൈറോസ് ആക്ടിവേറ്റഡ് ആകുന്നത്. और कुछ लोगों को पता चल जाता है कि उनकी जिंदगी में ये काइरोस एक्टिवेट हो गया है. ദൈവത്തിന്റെ സെക്കൻഡുകൾ പോലും അവർ മിസ് ചെയ്യത്തില്ല. परमेश्वर के पलों से भी वो चूकते नहीं है. ചിലർ വർഷങ്ങൾ മിസ് ചെയ്തവരാണ്. कुछ लोग सालों में भी चूक गए. ചിലർക്ക് മാസങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. कुछ लोग महीनों को खो ചിലർക്ക് बैठे. ദിവസങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. कुछ लोग दिनों को खो പക്ഷേ बैठे. ഈ യുഗത്തിന്റെ പ്രത്യേകത लेकिन इस युग की खासियत അവർക്ക് മണിക്കൂറുകൾ മിസ് ചെയ്യാനില്ല. उनके पास घंटे नहीं है गंवाने के लिए. സ്വർഗത്തിന്റെ കടികാരത്തിന്റെ സെക്കൻഡ് സൂചിക്കകത്ത് തൂങ്ങിക്കിടന്നവർ യാത്ര ചെയ്യും. स्वर्ग की घड़ी की जो सेकंड की सुई है उसमें वो लटक कर यात्रा करते हैं. ആരാ വിശ്വസിക്കുന്നേ? कौन विश्वास करेगा? സ്വർഗത്തിന്റെ സെക്കൻഡ് സൂചിക്കനുസരിച്ച് യാത്ര ചെയ്യുന്ന ഒരു തലമുറ ഇവിടെ എഴുന്നേൽക്കാൻ പോവുകയാണ്. स्वर्ग की सेकंड की सुई के अनुसार यात्रा करने वाले खड़े होने वाले हैं. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഉറക്കെ വിളിക്കുക. विश्वास कुछ लोगों के जीवन में काइरोस एक्टिवेट हो ഒരു गया. എക്സാമ്പിൾ പറഞ്ഞിരുന്നു. उन्होंने एक उदाहरण बताया ഞാൻ था. രാവിലത്തെ വിഷയം കുറച്ചുകൂടെ ക്ലാരിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. सुबह जो हमने सुना उसको थोड़ा और मैं सफाई कर रहा हूं, उसको साफ साफ बता रहा हूं. ചില ആളുകൾക്ക് അതിനെ ആ റേഞ്ചിൽ പിടിക്കാൻ പറ്റിയിട്ടില്ല. कुछ लोग उस संदेश को उस स्तर पर समझ नहीं पाए. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഒരു എക്കോ ആയി തീരരുത്. जैसे सुबह मैंने बताया वो एक गूंज ना बन जाए. ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത് എടുത്തു പറയുന്നത്. एक स्पष्टता के लिए मैं फिर से वो बता रहा हूं. Are you ready? क्या आप तैयार हैं? ഇതെന്റെ പ്രസംഗത്തിൽ ഉള്ള ഒരു സാധനമല്ല ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. अभी जो मैं बोलने वाला हूं वो मेरे प्रचार में नहीं था, പക്ഷെ കുറച്ചുകൂടെ ക്ലാരിറ്റി തരാൻ ദൈവം പറഞ്ഞുകൊണ്ട് പറയുകയാണ്. लेकिन थोड़ा सा और स्पष्टता के लिए मैं आपको बता रहा हूं. ദാവീദിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. दाऊद के बारे में एक बात बताई गई है ദാവീദ് പുരോഹിതന്മാരുടെ അപ്പം കഴിച്ചെന്ന്. कि दाऊद ने याजकों की रोटी खाई. ഒരിക്കലും പുരോഹിതന്റെ ആലയത്തിലെ അപ്പം ദാവീദിന് രാജാവിന് കിട്ടത്തില്ല. याजक की जो रोटी है मंदिर में रखी वो राजा दाऊद को नहीं मिल सकती. അത് പുരോഹിതന് മാത്രമേ കിട്ടത്തുള്ളൂ. वो सिर्फ याजक को मिलती है. പക്ഷെ ദാവീദ് ആ അപ്പം കഴിച്ചു. लेकिन दाऊद उस रोटी को खाता है. എങ്ങനെയാണെന്ന് അറിയാമോ? कैसे? ദാവീദ് ശത്രുക്കളുമായി നിന്ന് വലഞ്ഞു ഓടിക്കേറുന്നൊരു സമയം ഉണ്ടായിരുന്നു. एक समय था जब दाऊद शत्रुओं से भाग रहा था. അവൻ ആലയത്തിലേക്ക് ഓടിക്കയറുമ്പോൾ वो जब भागकर मंदिर में घुसता है ആലയത്തിലെ പഴയ അപ്പം മാറ്റിയിട്ട് പുതിയ അപ്പം വെക്കുന്ന സമയമാണ്. तो वो ऐसा समय था जब पुरानी रोटी को उठाकर नई रोटी रखी जा रही थी. പഴയ അപ്പം മാറ്റി पुरानी रोटी हटाई പുതിയ ബ്രെഡ് വെച്ചു. और नई रोटी रखी. ഈ സെക്കൻഡിൽ ദാവീദ് അവിടെ ഓടിക്കേറി. उसी पल में दाऊद वहां पहुंच गया അവൻ പുരോഹിതനോട് ചോദിക്കുകയാണ്, और याजक से पूछता है വിശക്കുന്നു വല്ലതും कि തരാനുണ്ടോ? मुझे भूख लगी है, क्या कुछ मिल सकता है? ഒരു കൈറോസിനകത്ത് കയറുന്ന ചോദിക്കുന്നേ. एक काइरोस में आकर वो पूछता है. പുരോഹിതൻ പറയുകയാണ്, याजक कहता है ഇന്നും ഒരു രാജാവും തിന്നിട്ടില്ലാത്ത ആലയത്തിലെ അപ്പം മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിനക്ക് തരാം. आज तक जिसे किसी राजा ने नहीं खाया वो मंदिर की रोटी मैंने रखी है, तुझे देता हूं. ഓ, ആർക്കെ ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? क्या किसी को मेरी बात समझ में आ रही है? കൈറോസിനകത്ത് കയറി നിന്നാൽ आप अगर इस काइरोस में आ गए ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ആയി കഴിഞ്ഞാൽ तो 2-3 मिनट अगर आप लेट हो गए ഒന്നുകിൽ പുരോഹിതന്റെ മക്കൾ ഇത് തിന്നും, तो या तो याजक के बच्चे उसको खा जाएंगे അല്ലെങ്കിൽ ഇത് കത്തിച്ചു കളയും. या फिर उसको जला दिया जाएगा. പക്ഷെ മാറ്റിയ ആ സെക്കൻഡിൽ അവൻ കയറി നിൽക്കുകയാണ്. लेकिन हटाते ही उसी पल वो अंदर आ ഇന്ന് गया. രാത്രി ആരോട് ഞാൻ പറയുന്നു, आज किसी से वो कह रहा ഈ है യുഗത്തിന്റെ ഈ സമയത്ത് इस युग के इस समय पर ആരും പിടിച്ചിട്ടില്ലാത്ത ചില കൃപാവരങ്ങളെ പിടിക്കാൻ ഒരു തലല്ല. और किसी को नहीं मिल सकता, പക്ഷെ പരിശുദ്ധാത്മാവ് തള്ളി ആ സെക്കൻഡിൽ നിന്നെ ഇവിടെ കൊണ്ടെത്തിക്കും. लेकिन पवित्र आत्मा आपको धकेल कर उस सेकंड में आपको वहां पहुंचा देगा. ആദ്യവുമായിട്ടും അവസാനവുമായിട്ടും पहली और अंतिम
बार ഒരുത്തൻ ആ അപ്പം തിന്നു. एक ने वो रोटी खाई ബൈബിളിൽ അത് എഴുതി വെച്ചിരിക്കുന്നു. और बाइबल में वो लिखा है। നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത് നിന്റെ യുഗത്തിൽ ആദ്യത്തതും അവസാനത്തതുമായി आपके युग में परमेश्वर जो करेगा वो आपकी जिंदगी में पहली और आखिरी बार होगा। ആരെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ചോ. अगर कोई है तो उसको स्वीकार। ദൈവം പറയുന്നു നിന്റെ കൈറോസ് ആക്ടിവേറ്റഡ് ആകുകയാണ്. परमेश्वर किसी से कह रहा है आपका काइरोस एक्टिवेट हो रहा है। 2019 പോലെ അല്ല 2020. 2020 2019 जैसा नहीं होगा। ഇതുവരെ ആരും കൈവച്ചിട്ടില്ലാത്ത ചില മേഖലകൾക്കകത്ത് നിങ്ങളിൽ ചിലർ കൈവെക്കാൻ പോവുകയാണ്. अभी तक जो किसी ने किया नहीं कुछ ऐसा आप में से कई लोग करने वाले हैं। ഇനി ബാക്കിയോട് പറയുന്ന കേട്ടോണേ. इसका बाकी भी सुने। നിങ്ങൾ എങ്ങനെ പിടിക്കുന്ന എനിക്കറിയത്തില്ല. मुझे नहीं पता आप उसको कैसे स्वीकारेंगे। ആയുധമില്ലാതെ, हथियार नहीं, വിശന്നു വലഞ്ഞ്, भूख से परेशान, ശത്രുക്കളെ പേടിച്ച്, दुश्मनों से डर कर ആക്ടിവേറ്റഡ് ആയി നിൽക്കുന്ന ദൈവത്തിന്റെ കൈറോസിലേക്ക് ഒരുത്തൻ കയറുകയാണ്. परमेश्वर के काइरोस में जो एक्टिवेटेड है उसमें एक व्यक्ति आ रहा है। അവൻ ബ്രെഡ് തിന്നിട്ട് वो रोटी खाकर അവൻ പുരോഹിതനോട് ചോദിക്കുകയാണ്, याजक से पूछता है ആയുധം വല്ലതും ഇവിടെ ഇരിപ്പുണ്ടോ? कि क्या कोई हथियार है तेरे पास। ആലയത്തിൽ എവിടെയാണ് ആയുധം? मंदिर में हथियार कहां से आएगा। പക്ഷെ അവൻ കണക്കുകൂട്ടിയാ ചോദിക്കുന്നേ. लेकिन वो सोच समझ के पूछ रहा है। ആമേൻ. പുരോഹിതൻ പറയുകയാണ്, याजक कहता है നിനക്ക് ടൈം അറിയാവുന്നവനാണ്. तू जानता है उस ഒരു समय को। കാര്യം ഞാൻ പറയാം, मैं बताता हूँ നീ പണ്ട് വെട്ടിയെടുത്ത ഗോലിയാത്തിന്റെ വാൾ ഇവിടെ ഇരിപ്പുണ്ട്. तूने जिस गोलियत का सिर काटा था उसकी तलवार रखी है। നീ കൈറോസിൽ കയറിയാൽ तू अगर काइरोस में आ गया ശത്രു പാളയത്തിലെ ആയുധങ്ങൾ നിന്റെ കയ്യിലെത്തും. तो दुश्मन की छावनी के हथियार तेरे हाथ में आ जाएंगे। പിടിക്കാമെങ്കിൽ പിടിച്ചോണേ. अगर आप पा सकते हैं तो उसे വിശ്വസിക്കുന്ന पाएं। ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങളെ അടിച്ച് अगर कोई विश्वास करता तो ताली बजाते हुए ഇപ്പോൾ തന്നെ ചില ആയുധങ്ങൾ നിന്റെ തല വെട്ടാൻ പിശാചി വെച്ചിരുന്നത് ചിലത് നിന്റെ കൈകളിലേക്ക് കയറട്ടെ. अभी कुछ हथियार जो शैतान ने आप पर इस्तेमाल करने चाहे वो आपके हाथों में आ जाए। നിന്റെ കുടുംബത്തെ തകർക്കാൻ വെച്ചിരുന്നത് ഇന്ന് രാത്രി നിന്റെ കയ്യിലേക്ക് തിരിച്ചു വരട്ടെ. आपके परिवार की बर्बादी के लिए रखे गए हथियार आपके हाथों में वापस आ जाए। കൈറോസിനകത്ത് കയറി നിന്നാൽ काइरोस में अगर आप आ गए സൂപ്പർ നാച്ചുറൽ ആയുധങ്ങൾ നിന്റെ മേൽ കിട്ടും. तो अलौकिक हथियार आपको मिलेंगे। വീണ്ടും വീണ്ടും പറയുന്നു, बार बार कहता हूँ ഇത് നിങ്ങളുടെ കൈറോസ് ആണ്. ये आपका काइरोस है। കൃത്യമായിട്ട് പറഞ്ഞാൽ अगर सटीकता से ഇന്ന് बोलो ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞ സമയത്ത് आज दोपहर को जब 1 बजा ചിലരുടെ വാച്ച് നിന്നു. उस समय कईयों की घड़ी रुक गई। എന്നോട് ആളുകൾ വന്ന് പറഞ്ഞു, പാസ്റ്റർ വാച്ച് നിന്നു. किसी ने मुझसे कहा पास्टर घड़ी रुक गई है। ഒരാൾക്ക് വേണ്ടി എന്തായാലും കൈറോസ് ആക്ടിവേറ്റ് ആകത്തില്ല. ओ किसी के लिए ऐसे ही काइरोस एक्टिवेट नहीं ഇവിടെ होता। ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും അത് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞു. यहाँ बैठे सब लोगों के लिए वो एक्टिवेट हो गया। ഒരു സൂപ്പർ നാച്ചുറൽ മിനിസ്ട്രി. एक अलौकिक सेवकाई അത് നൈസായിട്ട് ചെയ്യും. और बड़े आराम से करेंगे। 38 വർഷമൊക്കെ തളർന്നു കിടക്കുന്നവനെ ചുമ്മാ പായെടുത്ത് വീട്ടിൽ പോടെ എന്ന് പറഞ്ഞിട്ട് നീ വീട്ടിൽ പോകും. 38 साल से जो लकवाग्रस्त है उसको कहेंगे चल अपनी खाट उठा और घर जा। ലോകം പറയും സൂപ്പർ നാച്ചുറൽ, दुनिया कहेगी अलौकिक है, നീ പറയും ഇത് നാച്ചുറൽ ആണ്. पर आप करेंगे ये तो स्वाभाविक है। അങ്ങനെ ഒരു ജനറേഷൻ ഇവിടെ നിൽപ്പിക്കും. ऐसी एक पीढ़ी को प्रभु खड़ा कर रहा है। എനിക്ക് ഉറപ്പാണിത്. मुझे भरोसा है അങ്ങനെ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. और ऐसी एक आवाज मैं सुन रहा हूँ। നിങ്ങളുടെ ചർച്ചുകളിൽ ഹീലിംഗിന്റെ സുനാമി അടിക്കും. आपकी कलीसियाओं में चंगाई की सुनामी आएगी। ഏത് ടെസ്റ്റിമണി എടുക്കണമെന്ന് നിനക്ക് അറിയത്തില്ല. आपको समझ नहीं आएगा कौन सी गवाही को ഏതാ मैं लूं। വലുതെന്ന് നിനക്ക് അറിയത്തില്ല. आपको पता नहीं चलेगा कौन सी നീ चंगाई ഒരു बड़ी है। ടെസ്റ്റിമണി എടുക്കുമ്പോൾ അടുത്തത് വരും. आप एक गवाही लेंगे दूसरी आएगी। വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഉറക്കെ വിളിച്ച് യേശുവേ. अगर आपका विश्वास है पुकारे यीशु। ഇന്ന് രാത്രി ചിലരെ അങ്ങോട്ടൊന്ന് തള്ളിക്കയറ്റാൻ പോവാ. और आज रात के समय कुछ को धकेल कर उसकी ओर ला रहा ഒരു है। സൂപ്പർ നാച്ചുറലിലേക്ക് ഒന്ന് തള്ളിക്കയറ്റാൻ പോവാ. अलौकिक की ओर वो आपको धकेल रहा है। Are you ready? क्या आप तैयार हैं? ഒരു 5 മിനിറ്റ് ഇരുന്നേ. 5 मिनट बैठ जाए। 5 മിനിറ്റ് ഇരുന്നേ. 5 मिनट और बैठ जाए। ഒരു വചനം കൂടെ പറഞ്ഞിട്ട് വേണം അങ്ങോട്ട് കയറാൻ. एक और वचन बताकर हम उसकी ओर जाएं। റോമാലേഖനം 4-ാം അധ്യായം रोमियो की पत्री 4था अध्याय 17-ാം വാക്യം. 17वां वचन। മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായ മതി താൻ വിശ്വസിച്ച ദൈവം जो मरे हुओं को जिलाता है और जो बातें है ही नहीं उनका नाम ऐसे लेता है जैसे वो हैं। രണ്ട്
കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. वहां पर 2 बातें लिखी है. അബ്രഹാമിനെ കുറിച്ചാണ് പറയുന്നത്. अब्राहम के बारे में लिखा है. 10 മിനിറ്റ് എന്നെ ശ്രദ്ധിക്കണം. 10 मिनट आप मेरी ओर ध्यान दें. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. उसके बाद मैं आपके लिए प्रार्थना करूंगा. ഇന്ന് രാത്രി കൊണ്ട് അത് ഭയങ്കരമായിട്ട് നമ്മുടെ മേലെ ആക്ടിവേറ്റ് ആകും. आज रात के समय से वो बड़ी सामर्थ के साथ हम पर एक्टिवेट हो जाएगा. കാര്യം സൂര്യൻ അസ്തമിച്ചു. क्योंकि सूर्य अस्त हो गया है. ദൂത് മനസ്സിലായല്ലോ? आपको वो संदेश समझ में आ गया? സൂര്യൻ അസ്തമിച്ചു. सूर्य अस्त हो गया है. ഇനി വേറൊരു സൂര്യൻ നിന്റെ മേൽ ഉദിച്ചിട്ടുമുണ്ട്. अब एक और सूरज आप पर उदय हो ഇന്ന് രാത്രി കൊണ്ട് ചിലത് പൊട്ടി കിളിർത്ത് തളിർത്ത് ഫലം കഴിച്ചേ आज പറ്റൂ. रात से कुछ उगेगा, उसमें फूल लगेंगे, फल लग जाएंगे. Are you ready? क्या आप तैयार हैं? അറിയാം ചിലരുടെ മേൽ അതിന്റെ പകർച്ച ഭയങ്കരമായിട്ട് നടക്കും. कुछ लोगों पर उसकी बड़ी भरपूरी आएगी. ഞാൻ ഇച്ചിരി ശബ്ദം പിടിക്കുന്നത് ട്രാൻസ്ലേഷൻ പല ടൈപ്പ് ട്രാൻസ്ലേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. मैं थोड़ी आवाज इसलिए कम कर रहा हूँ क्योंकि अलग अलग तरह का अनुवाद यहाँ चल रहा है. ലക്ഷങ്ങൾ മുടക്കി അവരിവിടെ വന്നേക്കുന്നത്. लाखों रुपए खर्च करके लोग यहाँ पहुंचे हैं. അവർക്ക് ഈ സാധനം കിട്ടണം. उनको भी ये समझ में आना चाहिए. അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു. अब्राहम के विश्वास के बारे में ये लिखा गया है. അബ്രഹാം എന്താ വിശ്വസിച്ചത്? अब्राहम ने क्या विश्वास किया? 2 കാര്യം. 2 बातें. മരിച്ചതിനെ ജീവിപ്പിക്കും. कि मुर्दों को वो जिंदा करता है. എന്നോട് ചേർന്ന് പറഞ്ഞ മരിച്ചതിനെ ജീവിപ്പിക്കും. बोलिए, मुर्दों को जिंदा करता है. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു और जो नहीं है उसको ऐसे बुलाता है जैसे वो है. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു जो नहीं है उसको ऐसे बुलाता है जैसे है. ഒന്നുകൂടെ പറഞ്ഞ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുക. जो नहीं है उसको ऐसे बुलाता है जैसे कि वो है. സാധാരണ മനുഷ്യന് പറ്റത്തില്ല. आम मनुष्य नहीं कर सकता. പക്ഷെ ഒരു സൂപ്പർ നാച്ചുറൽ തലത്തിൽ നിൽക്കുന്ന ഒരാൾക്ക്, लेकिन जो व्यक्ति अलौकिक क्षेत्र में खड़ा है, വേദപുസ്തകത്തിന്റെ ഭാഷയിൽ രാവിലത്തെ ഭാഷയിൽ പറഞ്ഞാൽ बाइबल के अनुसार अगर सुबह की भाषा में मैं बोलूं, ഒന്നാം ദിവസത്തിലെ സണ്ണിന്റെ മേൽ നിൽക്കുന്നവന്റെ മേൽ, जो पहले दिन के सूर्य के नीचे खड़ा है. 2 സണ്ണിനെ കുറിച്ച് പറഞ്ഞു. 2 सन के बारे में बताया गया. 4-ാം ദിവസം ഉണ്ടാക്കിയ സൺ, एक तो चौथे दिन बनाया അത് गया सन. SUN സൺ ആണ്. वो SUN सन है. 1-ാം ദിവസത്തെ വെളിച്ചം SUN അല്ല, SON സൺ ആണ്. पहले दिन की जो रोशनी है वो SUN की नहीं, SON की है. ഞാൻ എടുത്തു പറയുന്നേ ഉള്ളൂ. मैं बस उसको बता रहा हूँ फिर से. പുത്രന്റെ കീഴിൽ നിൽക്കുന്നവർ, जो पुत्र के नीचे खड़े हैं. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ हमारी भाषा में अगर बोलो, Christ in you the hope of glory, പുത്രൻ അകത്തുള്ള ആളുകൾ. तो वो लोग जिनके अंदर मसीह है, जो महिमा की आशा है. പുതിയ നിയമത്തിന്റെ വെളിപ്പാട് പറഞ്ഞാൽ नए नियम का प्रकाशन बताए तो പുത്രന്റെ ശരീരമായി മാറിയ ബോഡി ഓഫ് ക്രൈസ്റ്റ്, जो पुत्र की देह बन गए हैं, वो मसीह की देह. അവൻ എന്തെങ്കിലും വിളിച്ചു വരുത്താൽ, वो अगर कुछ बुलाए എന്തെങ്കിലും സബ്സ്റ്റൻസിന്റെ ആവശ്യമില്ല. तो उसके लिए किसी पदार्थ की जरूरत नहीं है. അവൻ എല്ലാത്തിനെയും ഔട്ട് ഓഫ് നത്തിങ്ങിൽ നിന്നും, ഒന്നുമില്ലാത്തതിൽ നിന്നും അവൻ ചിലനെ എടുത്തു കൊണ്ടുവരും. वो सब कुछ को शून्य में से उठा कर लाते हैं. आमेन. മോര് പുളിപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയാം? आपको पता है ये जो दही उसको खट्टा कैसे किया जाता है? അറിയത്തില്ലയോ? पता नहीं है. അയ്യോ, നിങ്ങൾ പുളിപ്പിച്ചിട്ടേ ഇല്ലയോ? നല്ല പാലിന്റെ മേൽ जो दूध होता है ചില പുളിച്ചത് ഒഴിക്കും. उसमें थोड़ी सी खटाई डालते हैं. വേണമെങ്കിൽ പരീക്ഷിച്ചു. अगर चाहे तो आप प्रयोग कर सकते നല്ല പാലിനെ നോക്കിയാൽ നല്ല മോരാവുന്ന സീസൺ വരാൻ പോവാ. अच्छे दूध को देखकर उसको अच्छा दही बनाने वाला वो सीजन आ रहा है. ഈ മോരിനെ വിശ്വസിക്കാത്ത നീ എങ്ങനെ മരിച്ചതിനെ എഴുതിപ്പിച്ചോണ്ട് വരുന്നേ? आप जो इस दही पर विश्वास नहीं करते तो मुर्दों को कैसे जिंदा करोगे? ഇത് എവിടെ പ്രാക്ടീസ് ചെയ്യണ്ടേ? कहाँ अभ्यास करना है इसका? ചുമ്മാ വീട്ടിലെടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. घर पे उसको लेकर अभ्यास करके देखो. ആരെങ്കിലും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. कोई कोशिश करके तो देखो. നമ്മൾ ഈ വലുത് പിടിക്കാനിരിക്കുന്ന ആളുകളാ. हम बस बड़ा पकड़ना चाहते हैं. വലുത് പിടിക്കണമെങ്കിൽ ചെറുതിൽ തുടങ്ങണം. बड़ा पकड़ना तो शुरुआत छोटे से होनी चाहिए. ചേർന്നൊരു ഹല്ലേലൂയ പറയാവോ? बोले हालेलुया. പറഞ്ഞേ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ പറ്റും. शून्य में से उसको ऐसे बुलाया जा सकता है जैसे कि वो है. 1-2 പേരെ നോക്കിട്ട് പറ, ഇല്ലാത്തതിനെ 1-2 लोगों को देखकर बोलिए, ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ പറ്റും. जो नहीं है उसको ऐसे बुलाया जा सकता है जैसे कि वो है. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇപ്പോ ഇല്ല. यानी इसका मतलब ऐसी कोई चीज इस समय नहीं है. ഇതുവരെ ലോകത്തിൽ അതില്ല. अभी तक दुनिया में नहीं है. പക്ഷെ നിനക്ക് ചിലതിനെ വിളിച്ചു വരുത്താൻ പറ്റും. लेकिन आप उसको बुला कर ला सकते हैं. എന്തോ പറഞ്ഞ ക്രിയേറ്റ് ചെയ്യുമെന്നോ?
क्या बोला था? सृष्टि करोगे। അതുകൂടെ ആയപ്പോഴാണ് ഞാൻ ഈ ദൂതനകത്ത് കയറി ഉറച്ചത്. आपने जब बोला तो मुझे इस संदेश का भरोसा हो गया। ശലോമോനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്. सुलेमान के बारे में एक वचन लिखा है, He made gold എന്നാ പറഞ്ഞിരിക്കുന്നത്. उसने सोना बनाया लिखा है। കുഴിച്ചെടുത്തതല്ല, उसने खोद कर नहीं निकाला, അവൻ റൂമിൽ പോയി ഉണ്ടാക്കിക്കൊണ്ട് വന്നെന്ന്. कमरे में जाके बना के लाया। നിങ്ങളോട് ഞാൻ നാച്ചുറൽ കാര്യം പറയാം, സൂപ്പർ നാച്ചുറൽ പറഞ്ഞ കാര്യമില്ല. मैं अलौकिक बोलने से कोई फायदा नहीं है, मैं आपको स्वाभाविक बात बताऊं। ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വസിക്കുക. क्या कोई है विश्वास करने वाला? അവന്റെ മേൽ വെറും വിസ്ഡം മാത്രമേ ഉള്ളൂ. उसके ऊपर सिर्फ बुद्धि है। ആ വിസ്ഡത്തിൽ നിന്ന് അവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ. उस बुद्धि से वो ये सब काम कर रहा है। ചർച്ചിന്റെ മേൽ വിസ്ഡം അല്ല, कलीसिया में बुद्धि नहीं, മാനിഫോൾഡ് വിസ്ഡം, विविधता पूर्ण बुद्धि है। ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിസ്ഡം. ऐसी बुद्धि जो आज तक नजर नहीं आई। നീ പഠിപ്പിക്കുന്നത് आप जो सिखाते हैं സ്റ്റുഡൻസ് ഇതല്ല. वो स्टूडेंट्स ये नहीं है। സ്വർഗത്തിന്റെ വാഴ്ചകളും അധികാരങ്ങളും ദൂതന്മാരും നിന്നെ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. स्वर्ग के अधिकारी, प्रधानता और स्वर्गदूत आपको देख के सीख रहे हैं। ആ വാക്യം വായിച്ചേക്കാം. उस वचन को हम पढ़ेंगे। ഞങ്ങളുടെ ആളുകൾ പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. कुछ लोग उसे समझ रहे हैं। എഫേസ്യർ 3:10. इफिसियों 3:10। അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം സഭ മുഖാന്തരം ഈ സാധനം വെളിപ്പെട്ടു വരികയാണ്. സഭ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുമാണ്. ताकि अब कलीसिया के द्वारा परमेश्वर का विभिन्न प्रकार का ज्ञान उन प्रधानों और अधिकारियों पर जो स्वर्गीय स्थानों में है प्रकट किया जाए। कलीसिया यानी मैं और आप हैं। ചർച്ച് വന്ന് നിൽക്കുമ്പോൾ कलीसिया जब खड़ी होती है ദൈവത്തിന്റെ മാനിഫോൾഡ് വിസ്ഡം, ബഹുവിധ മുഖങ്ങളുള്ള ജ്ഞാനം വെളിപ്പെടും. तो परमेश्वर का विविध प्रकार का ज्ञान प्रकट होता है। അപ്പൊ അങ്ങനെ നീ പഠിപ്പിക്കുന്നത് तो ऐसा जब आप वो सिखाते हैं ഗ്ലോറി സ്പോട്ടിലെ 150 പേരെ അല്ല, तो वो आप ग्लोरी स्पोर्ट के 150 लोगों को नहीं सिखा रहे, സ്വർഗത്തിലെ വാഴ്ചകളും അധികാരങ്ങളും स्वर्ग के अधिकारियों और प्रधानताओं को सिखा रहे हैं। എന്ന് പറഞ്ഞാൽ നിന്റെ ഓഡിയൻസ് ഇവര് മാത്രമല്ല, ഏഞ്ചൽസ് വരെ നിന്റെ പ്രസംഗം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. यानी इसका मतलब आपके प्रचार को सुनने वाले सिर्फ ये लोग नहीं है, स्वर्गदूत भी उसे सुन रहे हैं। മനസ്സിലാവുന്നുണ്ടോ? क्या कुछ समझ में आ रहा है? ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. मैं और एक बार बताता हूँ। ഞാൻ ഈ ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. मैं ट्यूशन क्लास में गया हूँ। കണക്കിന് കുറവിലായിരുന്നു. गणित में थोड़ा कमजोर था, അപ്പൊ രാവിലെ ഞങ്ങൾ ട്യൂഷൻ കൊണ്ടുവിടും. तो सुबह हमें ट्यूशन पे ले जाते, 5 മണിക്ക് കൊണ്ടുവിടും. 5 बजे वहां छोड़ते, അമ്മൻ 6 മണി വരെ കാത്തിരിക്കുമ്പോ ടീച്ചർ വരും. 6 बजे तक इंतजार करते तो टीचर आते। പല്ലും തേക്കത്തിന് മുഖവും കഴുകത്തില്ല. वो ब्रश भी नहीं, मुंह भी नहीं धोया, പുള്ളി A+, B-, B-, C- എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. A+B-C- ऐसे बोलते रहते। അന്നും ഇന്നും മനസ്സിലായിട്ടില്ല. इसलिए आज भी समझ में नहीं आया। എങ്കിലും ഈ കണക്ക് ടീച്ചർ എഴുന്നേക്കുന്നത് നോക്കി ഞാൻ ചെന്നിരിക്കും. तो फिर भी उनके आने का इंतजार करके मैं खड़ा रहता। ഇതുപോലെ इसी तरह നീ എഴുന്നേക്കത് നോക്കി ദൂതന്മാർ നിൽക്കുക. आपके खड़े होने के इंतजार में स्वर्गदूत खड़े हैं। എന്തിനെന്നറിയാമോ? पता है किस लिए? അന്ന് ദൈവം എങ്ങനെ മൂവ് ചെയ്യുമെന്ന് നിന്നിൽ കൂടെ അവൻ പഠിക്കുന്നേ. क्योंकि आपको देख के उनको पता चलता है कि आज परमेश्वर कैसे काम कर रहा है। എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാ. एक बार फिर से बताता हूँ, പിടിക്കാമെങ്കിൽ പിടിച്ചോ. अगर पकड़ सकते हो तो पकड़े। നിന്നെ ഒരു സിലബസ് ആക്കി ദൈവം നിർത്താൻ പോകുകയാണ്. आपको परमेश्वर एक सिलेबस बना के खड़ा करने നീ जा ഒരു रहा है। സിലബസ് ആണ് കുഞ്ഞെ. आप एक सिलेबस है, അയ്യോ, ആരും പിടിക്കുന്നില്ലേ? कोई स्वीकार नहीं कर रहा। അവൻ നിന്നെ, നിന്റെ കുടുംബത്തെ അത്ഭുതങ്ങളുടെ, അടയാളങ്ങളുടെ, സൂപ്പർ നാച്ചുറലിന്റെ, അനോയിന്റിങ്ങിന്റെ സിലബസ് ആക്കി आपको और आपके परिवार को चिन्हों, चमत्कारों का, अलौकिक का, अभिषेक का एक सिलेबस बना देगा। നീ ഒരു സിലബസ് ആണ്. आप एक सिलेबस हैं। വിശ്വസിക്കാൻ പറ്റുമോ? क्या आप विश्वास कर सकते हैं? വർഷിപ്പിന്റെ നീ ഒരു സിലബസ് ആയിരിക്കണം. आप आराधना के एक सिलेबस होंगे। ഒരു 10 കൊല്ലം കഴിഞ്ഞ്, 25 കൊല്ലം കഴിഞ്ഞ്, 10 साल बाद, 25 साल बाद, അമ്മ നിങ്ങൾ മരിച്ചൊരു 100 കൊല്ലം കഴിഞ്ഞ് आपके मरने के 100 साल बाद വർഷിപ്പ് എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോ अगर कोई पूछेगा कि आराधना कैसी थी, നിങ്ങളുടെ ഫോർ ദ ലോസ്റ്റ് CD ഒക്കെ ഇട്ട് പഠിപ്പിക്കണം. तो आपकी पुरानी जो सीडी है वो उसको डाल के सिखाएंगे। ഇതുപോലെ ഒരു സാധാരണക്കാരനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ദൈവം ചാമൻ പഠിപ്പിക്കുമ്പോൾ जब ये सिखाएंगे वो लोग कि एक आम आदमी को कैसे इस्तेमाल किया करता है परमेश्वर। പീറ്റർ ഒരു സിലബസ് ആണ്. पत्रस एक सिलेबस है। തള്ളി പറഞ്ഞവൻ എങ്ങനെ റെസ്റ്റോർ ആകുമെന്ന്,
തള്ളി പറഞ്ഞവൻ എങ്ങനെ റെസ്റ്റോർ कि ആകും? जो ठुकरा गया था वो कैसे वापस आया। അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും അവനെ പ്രസംഗിക്കുന്നത്. इसीलिए हम आज भी उसका प्रचार करते हैं। ഇതുപോലെ നീയും നിന്റെ കുടുംബവും നിന്റെ തലമുറകളും ഒരു സിലബസ് ആയി മാറാൻ उसी പോകുകയാണ്. तरह से आप और आपका परिवार और आपके बच्चे एक सिलेबस बनने वाले हैं। ഒരു തോറ്റവൻ എങ്ങനെ ഉപയോഗിക്കപ്പെടും? एक हारे हुए को प्रभु कैसे इस्तेमाल करता है। അപ്പനും അമ്മയും പാസ്റ്റർ അല്ലാത്ത ഒരുത്തൻ എങ്ങനെ ലോകരാജ്യങ്ങളെ കീഴ്മേൽ മറിക്കും? जिसके माँ बाप पास्टर नहीं है वो दुनिया भर में कैसे कब्जा करता है। ഇതെല്ലാം നിന്നെ വെച്ചാ ദൈവത്തിന് പഠിപ്പിക്കണ്ടേ? वो सब आपको दिखाकर प्रभु लोगों को सिखाएगा। ചേർന്ന് വിളിച്ച യേശുവേ, मिलकर पुकारे यीशु। ഞാൻ അവിടെ നിന്ന് മാറുക. मैं वहां से हट रहा हूँ। ശ്രദ്ധിച്ചേ, അബ്രഹാം വിശ്വസിച്ചത് अब्राहम ने विश्वास किया എന്തെങ്കിലും ഉണ്ടാക്കാൻ ഒന്നിന്റെയും ആവശ്യമില്ല. कि कुछ बनाने के लिए किसी चीज की जरूरत नहीं है। ഔട്ട് ഓഫ് നത്തിങ് അവന് വിളിച്ചു വരുത്താൻ പറ്റും. शून्य में से उस चीज को बुलाया जा सकता है। ട്രിവാൻഡ്രത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്. त्रिवेंद्र में एक अस्पताल है, അവിടുത്തെ അസ്ഥി രോഗത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. हड्डी रोग के एक विशेषज्ञ है वह। ഡോക്ടറെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് उस डॉक्टर के बारे में बताया जाता है എല്ലാം മിക്സിയിൽ കൊണ്ടടിച്ചാലും കൊണ്ടു കൊടുത്താൽ മതി, ശരിയാക്കി തരുമെന്ന. कि हड्डियों को मिक्सी में अगर आप घुमा के ले जाके तोड़ फोड़ के लेके जाके दोगे चूर करके तो भी वो जोड़ देते हैं। എല്ലിന്റെ പൊടിയെങ്കിലും വേണം. पर कम से कम हड्डियों का चूरा तो उनको चाहिए। പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് पर मैं जिस यीशु का प्रचार करता അവന് हूँ മണ്ണിനകത്ത് എല്ലുണ്ടാക്കാൻ, वो मिट्टी से हड्डी बना सकता है, മണ്ണിനകത്ത് ഹാർട്ട് ഉണ്ടാക്കാൻ मिट्टी में वो हृदय बना सकता എല്ലും है। വേണ്ട, പല്ലും വേണ്ട, പൊടിയും വേണ്ട. उसको हड्डी नहीं चाहिए, मिट्टी भी नहीं चाहिए, उसको कोई पत्थर नहीं चाहिए। അവനൊന്ന് ഊതിയാൽ അതിനകത്തെല്ലാം വരും. वो फूक दे तो उसमें सब कुछ बन जाता है। ഇവനാ നിന്റെ അകത്തിരിക്കുന്നേ. और वो आपके अंदर बैठा है। ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്തത് ചിലത് നീ വിളിച്ചു വരുത്താൻ പോവുകയാണ്. अभी तक जो दुनिया ने देखा नहीं उसको आप बोल कर लाने वाले हैं। ഓ, വിശ്വസിക്കാൻ ആരെങ്കിലും ഉണ്ടോ? क्या विश्वास करने वाला कोई है? ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിനെ സ്വീകരിക്കാം. अगर आप विश्वास कर सकते हो उसे स्वीकारें। നിന്റെ വീട്ടിലെ അത്ഭുതങ്ങൾ നീ വിളിച്ചു വരുത്തും. आपके घर में आप चमत्कारों को बुलाएंगे, നിന്റെ ഭാവി നീ വിളിച്ചു വരുത്തും. अपने भविष्य को आप बुलाएंगे, നിന്റെ മിനിസ്ട്രി നീ വിളിച്ചു വരുത്തും. अपनी सेवकाई को आप बुलाएंगे। ഉറക്കെ വിളിച്ച യേശുവേ, जोर से पुकारे यीशु। God can create something out of nothing. परमेश्वर शून्य में से कुछ भी बना सकता है। ഒന്നും വേണ്ടവന്. उसको कुछ नहीं चाहिए। ആൻസൺ ഒരു ഭാവി ഉണ്ടാക്കി കൊടുക്കാൻ एंसन को एक भविष्य देने के लिए ആൻസന്റെ കയ്യിൽ ഒന്നും വേണ്ട. एंसन के हाथ में कुछ भी जरूरत नहीं है। നിനക്കൊരു ഫ്യൂച്ചർ ദൈവത്തിന് ഉണ്ടാക്കാൻ आपके भविष्य को बनाने के लिए നിന്റെ കയ്യിൽ ദൈവത്തിന് ഒന്നും വേണ്ട. आपके हाथ में परमेश्वर को कुछ नहीं चाहिए। ഒന്നുമില്ലായ്മ എല്ലാം ഉള്ളതുപോലെ വിളിച്ചുകൊണ്ട് വരിക. शून्य में से सब कुछ जैसे है वैसे बनाने वाला। ഇവിടെ നിൽക്കുന്ന ചില ശുശ്രൂഷകന്മാർ यहाँ पर बैठे हुए कुछ ഈ सेवक ഒരു റലത്തിൽ ഇന്ന് രാത്രി മുതൽ പ്രയോജനപ്പെടാൻ പോകുകയാണ്. आज रात से ऐसे क्षेत्र में इस्तेमाल होने वाले हैं। അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. और मैं ये बताकर प्रार्थना करूंगा कि उसको कैसे आप संचालित कर सकते हैं। ഈ ലോകത്തിന്റെ പ്രത്യേകത इस दुनिया की खासियत ഇത് 2 ഡൈമെൻഷണൽ വേൾഡ് ആണ്. ये द्विआयामी दुनिया है। 2 ഡൈമെൻഷൻ ആണല്ല. द्विआयामी दो आयाम है हर चीज के। ഏതൊരു വസ്തുവിനെ നമ്മൾ മനസ്സിലാക്കുന്നത് कोई भी चीज जब हम देखते हैं उसको हम इस तरह से समझते हैं അതിന്റെ വീതി, അതിന്റെ നീളം. कि उसकी लंबाई कितनी है, चौड़ाई कितनी है। നിങ്ങൾ ആദ്യം എന്നെ കാണുമ്പോൾ आप पहले जब मुझे देखते हैं എന്റെ അകത്തൊന്നും നിങ്ങൾ കാണത്തില്ല. तो मेरे अंदर आप कुछ नहीं देखेंगे। മിക്കവാറും ആളുകൾ പറയുന്നത് പൊക്കമുള്ള പാസ്റ്റർ എന്നാണ്. ज्यादातर लोग ये कहते हैं वो लंबे पास्टर। ആമേൻ. അങ്ങനെയാണ് പൊതുവെ പറയുന്നത്. आमतौर पर लोग ऐसा बोलते हैं। ഇതൊരു 2 ഡൈമെൻഷണൽ സ്ക്രീൻ ആണ്. और ये द्विआयामी स्क्रीन है। ഇതിന്റെ നീളം, ഇതിന്റെ വീതി. इसकी लंबाई, इसकी चौड़ाई ലോകത്തിന് അത്രേ ഉള്ളൂ. दुनिया में सिर्फ इतना है। എന്നാൽ ശാസ്ത്രം അഡ്വാൻസ്ഡ് ആയപ്പോൾ लेकिन जब विज्ञान विकसित हुआ ഈ 2 ഡൈമെൻഷണൽ സ്ക്രീനിൽ तो ये जो द्विआयामी स्क्रीन है 3rd ഡൈമെൻഷൻ കാണിക്കാൻ തുടങ്ങി. इसमें तीसरा एक आयाम नजर आने लगा। ഒരു കണ്ണാടി നിങ്ങൾക്ക് വെച്ചാൽ, एक चश्मा अगर आप पर लगाया जाए, ഇത് കണ്ണാടി വെച്ച ഒന്നും കാണത്തില്ല. ആമേൻ. കണ്ണാടി വെച്ചാൽ अगर एक चश्मा लगाया जाए ഇത് 3D ആയിട്ട് എഫക്ട് ചെയ്യും. तो ये 3D की तरह नजर आता है। ഇതിനകത്ത് ലഡു വരും. ലഡു इसके अंदर से लड्डू निकलता है। ലഡു നിന്റെ അടുക്കിലേക്ക് വരും. लड्डू आपके पास आएगा, പക്ഷെ നീ കൈ നീട്ടുമ്പോൾ पर जब आप हाथ बढ़ाएंगे ലഡു കാണത്തില്ല. तो आपके हाथ में नहीं आएगा। അവിടെ നിന്ന് വെടിവെക്കും. ടിഷ്യൂ. वहां से गोली चलेगी, നീ സൈഡ് മാറും. आप हट जाएंगे, പക്ഷെ നിനക്ക് കൊള്ളത്തില്ല. पर आपको नहीं लगेगी वो गोली। മാക്സിമം ലോകം ചെയ്തത് 3D ആണ്. दुनिया अधिकतम 3D दिखाती है। ഇതിനെ കുറിച്ചെല്ലാം
ഏറ്റവും അധികം ആളുകൾ പറഞ്ഞത് इसके बारे में सबसे ज्यादा लोग जो ഈ बताते हैं ജനറേഷനിലാണ്. वो इस पीढ़ी में लोगों ने बताया है. അതിന് സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറഞ്ഞ ദൈവം ശാസ്ത്രജ്ഞനെ ഒത്തിരി ഉപയോഗിച്ചു. तो स्टीफन हॉकिंग्स नाम के एक वैज्ञानिक को परमेश्वर ने उसके लिए बहुत इस्तेमाल किया. അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിൾ എഴുതിയത്, उन्होंने अपने एक लेख में लिखा അദ്ദേഹത്തിന് ഒരു ടെലിസ്കോപ്പ് ഉണ്ട്, कि एक दूरबीन उनके पास थी, പ്രപഞ്ചത്തെ കാണുന്ന ടെലിസ്കോപ്പ്. ब्रह्मांड में देखने वाली एक टेलीस्कोप. ഒരെന്റെ അദ്ദേഹം കണ്ടിട്ട് തിരിച്ചു വരും, एक सिरा देखकर वो वापस आते, ഒരെന്റെ അദ്ദേഹം മനസ്സിലാക്കും, एक बात समझते, എന്നിട്ട് അടുത്ത ദിവസം പോയി നോക്കുമ്പോൾ फिर अगले दिन जब जाकर ആ देखते എന്റിന്റെ അപ്പുറത്ത് പിന്നെയും तो ഉണ്ടെന്നൊക്കെയോ. उस अंत के परे फिर से भी कुछ था. കുറെ നാൾ അദ്ദേഹത്തിന് നോക്കി നിന്ന് വട്ടായി. काफी समय तक वो देखते रहे, एक तरह से पागल हो गए. എന്നിട്ട് അദ്ദേഹം ഒരു കൺക്ലൂഷൻ പറഞ്ഞു, और फिर उन्होंने एक निष्कर्ष बताया, ജനസിസ് ചാപ്റ്റർ 1 ഇപ്പോഴും വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. उत्पत्ति पहला अध्याय आज भी काम कर रहा है. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വചനത്തിൽ ഇപ്പോഴും ഡെയിലി ഗാലക്സികളും ഗ്ലോബുകളും ക്രിയേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. प्रभु ने जो कहा था कि हो जाए, उसमें से आज भी आकाश गंगाएं और ब्रह्मांड के अलग अलग ग्रह बन रहे हैं. ഞാൻ ഈ പറയുന്നത്, मैं ये जो कह रहा हूँ, പ്രപഞ്ചത്തിൽ ഇത് നടക്കുന്നെങ്കിൽ अगर वो बात ब्रह्मांड में हो रही നിന്റെ है മേൽ അങ്ങനെ ഒരു വചനം വന്ന് വീണ, तो आपके ऊपर अगर ऐसा वचन आ गया, നിന്റെ വീട്ടിൽ അങ്ങനെ ഒരു വചനം വന്ന് വീണ, अगर आपके घर में ऐसा वचन आ നീ गया, ഉറങ്ങിക്കിടന്നാലും ക്രിയേഷൻസ് നടക്കും. तो आप चाहे सोए हो तो भी सृष्टि होगी. എനിക്കറിയത്തില്ല ആരാ പിടിക്കുന്നെന്ന്. मुझे नहीं पता कौन उसे ഇന്ന് स्वीकारेगा. രാത്രി ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഈ കോൺഫറൻസ് കഴിഞ്ഞ് വീട്ടിൽ മടങ്ങി ചെല്ലുമ്പോൾ നിന്റെ ചർച്ചിൽ നിന്റെ വീട്ടിൽ ഇതുവരെ ഇല്ലാത്തതെന്തോ ക്രിയേറ്റഡ് ആയി. इस कॉन्फ्रेंस के बाद जब आप अपनी कलीसिया में घर में वापस आएंगे तो जो अभी तक नहीं है उसे आप सृष्टि करेंगे. ജീസസ്. അദ്ദേഹത്തിന് വട്ടായി, അദ്ദേഹത്തിന് ഭ്രാന്തായി പോയി. वो पागल से हो गए. എല്ലാ ദിവസവും പുതിയ ഗാലക്സികൾ. हर दिन नई नई गैलेक्सी बन रही है. എന്റെ കൂടെ ഉണ്ടോ? आप मेरे साथ हैं? 3D ഗ്ലാസ് ആണ്. 3D ग्लास है. ഈ ഗ്ലാസ് വെച്ചാൽ अगर ये चश्मा पहने പൈസയൊക്കെ കയ്യിലോട്ട് വരുന്ന പോലെ തോന്നും. तो ऐसा लगता है कि पैसा हाथ में आ रहा है, കൈ നീട്ടിയാലൊന്നും കാണത്തില്ല. पर हाथ बढ़ाओ तो हाथ में कुछ नहीं आता. എന്നാൽ ബൈബിൾ പറയുന്നു, पर बाइबल कहती है, സ്റ്റീഫൻ ഹോക്കിൻസ് അവസാനം പറഞ്ഞത്, स्टीफन हॉकिंग्स अंत में अपनी बात बताते हैं എന്റെ ബുദ്ധിക്കും कि मेरे बुद्धि में എന്റെ ചിന്തയ്ക്കും और मेरी सोच के മനസ്സിലാകാത്ത, जो समझ में नहीं आता, എന്റെ 3D ക്യാമറയ്ക്കും മനസ്സിലാകാത്ത मेरे 3D उस कैमरे में जो समझ में मुझे വേറൊരു नहीं आता, ഡയമെൻഷൻ ഈ ലോകത്തിനുണ്ട്. वैसा एक अलग आयाम इस दुनिया में है. ആ മനുഷ്യനാണ് ആദ്യം പറഞ്ഞത് ഫോർത്ത് ഡയമെൻഷൻ. और उस व्यक्ति ने सबसे पहले ये शब्द कहा, चौथा आयाम. പക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബൈബിളിൽ പറഞ്ഞു, लेकिन सदियों पहले बाइबल में कहा गया, പൗലോസ് പറഞ്ഞു, पौलुस ने कहा, ഞാൻ നിൽക്കുന്നത് 3 ഡയമെൻഷനിലല്ല, मैं तीसरे आयाम में नहीं खड़ा हूं. ദൈവത്തിന്റെ നീളം വീതി ആഴം ഉയരം ഫോർത്ത് ഡയമെൻഷൻ. परमेश्वर की लंबाई चौड़ाई गहराई ऊंचाई 4 ആ आयाम. ഫോർത്ത് ഡയമെൻഷനിൽ उस चौथे आयाम में ഫീലിംഗ് അല്ല, भावनाएं नहीं है, ആമേൻ, ലഡുവിന്റെ ഫീലിംഗ് അല്ല. लड्डू की आने की भावना नहीं है. അതെന്താണെന്നറിയാമോ? और वो क्या है? അതിന്റെ റിയാലിറ്റി, ആ റിയൽ വേൾഡ് ആണത്. वो वास्तविकता में है. നീ അതിനകത്തേക്ക് കയറിപ്പോകും, आप उसके अंदर चले നീ जाएंगे, അതിനകത്തേക്ക് ഇറങ്ങിപ്പോകും. आप उसके अंदर चले जाएंगे. പണ്ട് നീ ലഡുവിന്റെ ഫീലിംഗ് ഉള്ളായിരുന്നു, पहले तो सिर्फ लड्डू के आने का एक एहसास था, എന്നാൽ ഫോർത്ത് ഡയമെൻഷനിൽ लेकिन चौथे आयाम നീ में ലഡു ഫാക്ടറിയിലല്ല പോകുന്നേ, आप लड्डू की फैक्ट्री में नहीं ആ जाएंगे, ലഡുവിന്റെ റവ ഉണ്ടാക്കിയ വല്യപ്പൻ മരത്തിന്റെ അകത്തേക്ക് നീ കയറിപ്പോകും. उस लड्डू के आटे को बनाने वाले पुरखे के अंदर आप घुस जाएंगे എന്നിട്ട് അവിടെ നിന്ന് നീ ക്രിയേറ്റ് ചെയ്യും. और वहां से आप सृष्टि करेंगे. ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചോണം. आज अगर आप विश्वास कर सकते हैं तो करें. ഇങ്ങനൊരു ഡയമെൻഷൻ ഇതുവരെ കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല ആരും. ऐसा एक आयाम आज तक केरल में किसी ने ऑपरेट नहीं പക്ഷെ किया. ഇന്ന് പകൽ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, लेकिन आज दिन की मीटिंग के बाद मैं एक बात ഈ समझ गया റലം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കാൻ പോവുകയാണ്. कि इस चौथे आयाम में काम करने वाली एक पीढ़ी तैयार हो रही है. അവർ ചിലതിനെ ക്രിയേറ്റ് ചെയ്യും. वो कुछ सृष्टि करेंगे. ചേർന്ന് വിളിക്കാമോ യേശുവേ? मिलकर पुकारे यीशु. അവിടെ അത്ഭുതത്തിന്റെ തോന്നലല്ല, അവിടെ അത്ഭുതത്തിന്റെ തോന്നലല്ല, वहाँ चमत्कार का एहसास नहीं है, അവിടെ നീ അത്ഭുതത്തിന്റെ ഒറിജിനിലേക്ക് കയറുകയാണ്. वहाँ ഡയമെൻഷൻ നിന്റെ മേൽ ആക്ടിവേറ്റഡ് ആയാൽ, वो चौथा आयाम अगर आप पर एक्टिवेट हो गया. ഇനി ശ്രദ്ധിച്ചോണം, अब ध्यान से सुनना, 2 ഡയമെൻഷനിൽ നീ കാണുന്നു,
दो आयाम में आप दिखता है आपको, തേർഡ് ഡയമെൻഷനിൽ അതിന്റെ ഡെപ്ത് അറിയുന്നു, तीसरे आयाम में उसकी गहराई आपको पता चलती അതിന് है, ആഴമുള്ളത് പോലെ തോന്നുന്നു. लगता है कि उसमें एक गहराई है, പക്ഷെ തൊട്ടാൽ ആഴമില്ല. लेकिन छू कर देखो तो गहराई नहीं है. ഫോർത്ത് ഡയമെൻഷനിൽ चौथे आयाम में ഫീലിംഗ് അല്ല, भावना नहीं है, ആഴമല്ല, गहराई नहीं है, ആ റിയാലിറ്റിയിലേക്ക് നീ പ്രവേശിക്കും. आप उस वास्तविकता में प्रवेश करेंगे. ഹല്ലേലൂയ. हालेलुया. അവിടെ നീ എന്ത് ചിന്തിക്കുമോ അത് ഇവിടെ നടക്കും. वहां पर आप जो सोचेंगे वो यहाँ होगा. ഇവിടെ നിന്നിട്ടാണ് യേശു പറയുന്നത്, और वहां खड़ा होकर यीशु कहता है, ജപ്പം കൊണ്ട് പറയാ 5000 പേര് ഇരുത്ത്. 5 रोटियां हाथ में, वो कहता है 5000 को बैठा दो. ഇവിടെ നിന്നിട്ടാണ് യേശു പറയുന്നത്, ഈ കൽപാത്രത്തിൽ വെള്ളം നിറയ്ക്കുക. वहां खड़ा होकर यीशु कहता है, पत्थर के मटकों में पानी भर दो. ഇവിടെ നിന്നിട്ടാണ് യേശു വെള്ളത്തിന്റെ മീതെ നടക്കുന്നത്. वहां से यीशु पानी के ऊपर चलता है. ഇവിടെ നിന്നിട്ടാണ് മരക്കൊമ്പ് വെട്ടിയിട്ട് എലീശ ഇരുമ്പിനെ പൊക്കുന്നത്. वहां से एलीशा टहनी को डालकर उस लोहे की उसको ऊपर लाता है. ശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ. विज्ञान को ललकारने वाले चमत्कार. Are you ready? क्या आप तैयार എത്ര हैं? പേര് ഇന്ന് രാത്രി എന്റെ കൂടെ റെഡിയാണ്? कितने लोग उसके लिए तैयार हैं? നീ അവിടെ ചെന്നിട്ട് आप वहां जाकर, കർത്താവിന്റെ ടൈം സോൺ എന്നാ പറഞ്ഞത്. परमेश्वर के दास ने टाइम जोन बोला था. ഞാൻ വേദപുസ്തകത്തിന്റെ ഒരു ഭാഷ കൊണ്ട് പറയാം. मैं बाइबल की एक और भाषा बताता हूं. ആ ഫോർത്ത് ഡയമെൻഷനിൽ उस चौथे आयाम में നീ ചിന്തിച്ചാൽ, आप अगर सोचेंगे നീ ചിന്തിക്കുന്നത് ഇവിടെ വെളിപ്പെടും. तो आप जो सोचेंगे वो यहां प्रकट होगा. നീ ചിലതിനെ വിളിച്ചു വരുത്താൻ പോകും. आप कुछ बोल कर बुलाएंगे. ഇവിടെ നിന്ന് ആരോ കേറി പോകാൻ പോവാ. कोई है जो यहाँ से उस तरफ जा रहा है. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, इसीलिए पौलुस कहता है, ഞാൻ മൂന്നാം സ്വർഗത്തോളം കയറിപ്പോയി. मैं तीसरे स्वर्ग तक उठा लिया गया. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ഡീപ്പായ ഒരു യാത്രയ്ക്ക് വേണ്ടി നീ റെഡി ആയിക്കോ. आज रात के समय एक गहरी यात्रा के लिए आप तैयार हो നീ जाएं. ചിന്തിക്കുന്നത് സഭയിൽ നാളെ നടക്കും. आप जो सोचेंगे कल कलीसिया में वो നീ होगा. ചിന്തിക്കുന്നതേ നടക്കത്തുള്ളൂ. आप जो सोचेंगे वही होगा. Are you ready, church? क्या आप तैयार हैं Are कलीसिया? you ready, church? क्या आप तैयार हैं? ഈ റലം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒത്തിരി ആളുകൾ പുറത്തുണ്ട്, ഔട്ട് ഓഫ് ഇന്ത്യ ഉണ്ട്. इस क्षेत्र में काम करने वाले बहुत से लोग भारत के बाहर हैं, നമ്മൾക്ക് ഈ ഫീല് മാത്രം മതി. लेकिन हमें सिर्फ ये एहसास काफी है. നമുക്ക് ഈ ആളുകളെ കാണിക്കണം ലഡു കയ്യിലുണ്ടെന്ന്. हमें बस लोगों को ये दिखाना है कि लड्डू हाथ में है. നമ്മുടെ ശുശ്രൂഷകന്മാർ ഫീലിൽ സംതൃപ്തരാണ്. हमारे यहाँ के जो परमेश्वर के सेवक लोग हैं वो उस भावना से संतुष्ट हैं, എന്നാൽ ഈ തലമുറ लेकिन ये पीढ़ी ഫീലിൽ സംതൃപ്തരാകാതെ उस एहसास से तृप्त नहीं होगी. ആരും കേറിയിട്ടില്ലാത്ത റലത്തിലേക്ക് കയറാം. जिसमें कोई कभी नहीं गया उस क्षेत्र में जाएगी. യോശുവ അവിടെ നിന്നുകൊണ്ട് ആ സൂര്യനോട് പറയുന്നത്, यहोशू उस जगह खड़े होकर सूरज से कहता है, ഏലിയാവ് അവിടെ നിന്നുകൊണ്ട് വെള്ളത്തോട് പറയുന്നത്. एलिया वहां रुककर उस पानी से कहता है. ഇത് നിന്റെ പ്ലാറ്റ്ഫോമിൽ നീ ആക്ടിവേറ്റ് ചെയ്തിടും. और इसे आप अपने प्लेटफॉर्म पे एक्टिवेट करेंगे. നീ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഈ റലം നീ ആക്ടിവേറ്റ് ചെയ്തിടും. आप जिस मंच पर खड़े होंगे वहां इस क्षेत्र को आप सक्रिय करेंगे. വിശ്വസിക്കാമോ? क्या आप विश्वास कर सकते हैं? ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ അതിന് ക്ലാരിറ്റി കൂടുതൽ കിട്ടും. एक और वचन अगर पढ़ेंगे तो थोड़ा और स्पष्ट हो നിങ്ങൾ जाए. എബ്രായ ലേഖനം इब्रानियों की पत्री 11-ാം അധ്യായം 11वां अध्याय 2-ാം വാക്യം. दूसरा वचन. ഞാൻ പറഞ്ഞല്ലോ ഇതെന്റെ അജണ്ടയിലുള്ള മെസ്സേജ് അല്ല. मैंने बताया था कि मैंने इस संदेश को सोचा नहीं था. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പ്. 2-ാം വാക്യം വായിച്ചാൽ മതി. വിശ്വാസവീരന്മാരുടെ പട്ടികയാ. ആ, അതിനാലല്ലോ പൂർവന്മാർക്ക്. അടുത്തത് ശ്രദ്ധിച്ചു വായിക്കണം. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം, ഈ കാണുന്നതിന്റെ എല്ലാം പുറകിൽ നീ കാണുന്നതല്ല കാരണം, ഈ കാണുന്നതിനെ എല്ലാം ഉണ്ടാക്കിയ ഒരു വചനത്തിന്റെ ഫലമുണ്ട്. इस दुनिया में आपको जो कुछ नजर आता है, वो जो दिख रहा है वो उसका कारण नहीं, उसके पीछे एक वचन है जो दिखता नहीं है. ഈ ബോക്സ് യമഹയുടെ ബോക്സ് ആണ്. ये यमहा का बॉक्स है, ഇതാണ് യമഹയുടെ എംബ്ലം. ये यमहा का एम्बलम പക്ഷെ है. ഞാൻ പറയും ഇതിന്റെ
കാരണം കമ്പനി യമഹയല്ല. लेकिन मैं ये कहूंगा कि इसका कारण यमहा की कंपनी नहीं है, ഇതിനകത്ത് മാഗ്നറ്റ് യമഹയുടെ അല്ല. इसके अंदर का जो मैग्नेट है वो यमहा का ഈ नहीं है. മാഗ്നറ്റ് ഈ ഭൂമിയിൽ നിന്ന് എടുത്തതാണ്. इस मैग्नेट को इस भूमि में से ഈ लिया गया ഭൂമി ഉണ്ടായത് വചനത്താലാണ്. और ये भूमि वचन से बनी. ഇതിനെ സർവീസ് ചെയ്യാൻ इसकी सर्विस के लिए യമഹയുടെ കമ്പനിക്ക് പോകണം. यमहा की कंपनी में ले जाना पड़ेगा. അതുപോലെ നിന്റെ ശരീരത്തെയും ഈ പ്രപഞ്ചത്തെ നിനക്ക് സർവീസ് ചെയ്യാൻ ആ വചനത്തിലേക്ക് നീ ഇറങ്ങി ചെല്ലണം. उसी तरह से अपने शरीर की इस ब्रह्मांड की सर्विस के लिए उस वचन की ओर आपको जाना है. ഒന്നുകൂടെ പറഞ്ഞു തരാം. एक बार और बताता हूं, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത്? आपको समझ में आ रहा ഈ होगा. ദൃശ്യമായതിന്റെ എല്ലാം കാരണം ചുറ്റുമൊക്കെ നോക്ക്. अपने चारों ओर एक बार देखिए, जो कुछ भी आपको नजर आ रहा है, ഇതിന്റെ എല്ലാം റീസൺ इन सब का कारण എബ്രായ ലേഖനം പറയുന്നു, इब्रानियों की पत्री कहती है കാണുന്നതിന്റെ എല്ലാം കാരണം कि जो कुछ दिख रहा है उन सब का कारण കാണപ്പെടാത്തൊരു വചനമാണ്. एक अनदेखा वचन है. ആ വചനമാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്തത്. उस वचन ने इसकी सृष्टि की ആ ക്രിയേഷൻ നടന്ന വചനത്തിന്റെ റലത്തിൽ നീ കേറിയാൽ और उस सृष्टि करने वाले वचन के क्षेत्र में अगर आप आ गए അവിടെ നീ തിരിക്കുന്ന തിരിവുകൾ ക്രിയേഷനിൽ വെളിപ്പെടും. तो वहां जो आप घुमाएंगे वो सृष्टि में नजर आएगा. ഇനി ബാക്കി പെട്ടെന്ന് പിടികിട്ടും. ये वचन आप जल्दी समझ लेंगे. ഇത് ആരെ കുറിച്ചാ പറയുന്നത് അറിയോ? ये किसके बारे में बताया गया है? കുറെ വിശ്വാസ വീരന്മാരെ കുറിച്ചാ. कुछ विश्वास के योद्धाओं के बारे में. അവർ തീക്കകത്ത് വീണപ്പോൾ वो जब आग में गिरे അവർ തീയുടെ ബലത്തെ കെടുത്തി കളഞ്ഞു. तो उन्होंने आग की उस गर्मी को खत्म कर दिया, അവർ വേറൊരു റലത്തിൽ കയറി തീയെ ഓഫ് ചെയ്തു. जबकि वो दूसरे क्षेत्र में जाकर आग की ताप को कम कर दिया. മനസ്സിലായോ? क्या आपको कुछ समझ में आया? സിംഹത്തിന്റെ കുഴിയിൽ വീണപ്പോൾ जब वो शेरों की मांद में गिरे സിംഹത്തിന് വിശപ്പില്ലാഞ്ഞിട്ടല്ല, तो शेर भूखा नहीं था, ऐसा नहीं है. വേറൊരു റലത്തിൽ കയറി സിംഹത്തിന്റെ വായ സിപ്പിട്ടു. दूसरे क्षेत्र में जाकर शेरों का मुंह बंद कर दिया. ഇന്ന് രാത്രി आज रात के നിന്റെ समय മേൽ ഈ അഭിഷേകം വ്യാപരിച്ചാൽ ये अभिषेक अगर आप पर आ गया ഇവിടെ നിന്നുകൊണ്ട് വേറൊരു റലത്തിൽ പോകും. तो आप यहाँ से दूसरे क्षेत्र में जाएंगे. തീയുടെ ബലത്തെ കെട്ടി आग की गर्मी को शांत करने वाला वो वचन वहां उतरता है. വല്ലതും പിടികിട്ടുന്നോ? क्या कुछ समझ में आ रहा വല്ലതും है? പിടികിട്ടുന്നുണ്ടോ? क्या कुछ समझ में आ रहा ആ है? റലത്തിൽ നിന്നാണ് മോശ കൈ പിടിക്കുന്നേ. उस क्षेत्र में से वो मूसा हाथ बढ़ाता है. നിങ്ങൾ വിശ്വാസ വീരന്മാരുടെ പട്ടിക വായിക്കുക. आप विश्वास के योद्धाओं की सूची को पढ़ें. തീയുടെ ബലത്തെ കെടുത്തി आग की गर्मी को उन्होंने खत्म कर दिया, മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു. मुर्दों को जिला उठाया, ആമേൻ. സിംഹത്തിന്റെ വായ അടച്ചു. शेरों का मुंह बंद कर दिया. അവർ നിൽക്കുന്ന റേഞ്ച് വേറെയാണ്. वो जिस रेंज में थे वो बिल्कुल अलग है. ഇന്ന് രാത്രി നീ റലത്തിൽ നിന്നാൽ आज आप जिस क्षेत्र में हैं, നീ ഓഫ് ചെയ്താൽ ഇവിടെ അതിന്റെ ഷോ മാത്രമേ കാണത്തുള്ളൂ, സാധനത്തിന്റെ ശക്തി കാണത്തില്ല. उस क्षेत्र में से अगर आप वहां ऑफ कर देंगे तो सिर्फ वो चीज नजर आएगी, उसकी ताकत खत्म हो जाएगी. തീക്ക് ശക്തി ഉണ്ട്. आग में ताकत है, കൊണ്ടുപോയവൻ കരിഞ്ഞു. ले जाने वाला राख हो गया, പക്ഷെ ഇവന്റെ മേലെ അവനെ ഓഫ് ചെയ്തോളാം. लेकिन इसके ऊपर जो आग थी उसको उसने बंद कर दिया. ഇതിന് മുമ്പായ വാക്യം എഴുതിയിരിക്കുന്നേ, उससे पहले ये वचन लिखा ഈ है കാണുന്ന തീക്ക് പുറകിൽ कि इस दिखने वाली आग के पीछे ഈ തീ ഉണ്ടാക്കിയൊരു വചനത്തിന്റെ റലമുണ്ട്. इस आग को बनाने रचने वाले एक वचन का क्षेत्र है. ആ റലത്തിലോട്ട് കേറിയിട്ട് അവൻ തീയുടെ സ്വിച്ചിനെ ഓഫ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. उस क्षेत्र में घुसकर आग की ताकत को बंद करके वो यहाँ खड़ा है. ഇന്ന് രാത്രി നിന്റെ പട്ടണത്തിലെ പൈശാചിക ശക്തികൾക്ക് അനങ്ങാൻ പറ്റത്തില്ല. आज आपके शहर की शैतानी ताकतें हिल नहीं पाएंगी. ഇന്ന് രാത്രി അത് ചിലരുടെ മേൽ ആക്ടിവേറ്റ് ആകുന്നതായിട്ട് ദൈവനോട് പറയുന്നത്. और परमेश्वर मुझसे कह रहा है कि कुछ लोगों पर वो आज एक्टिवेट हो रहा है. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെ ചിലരെ അങ്ങനെ റലത്ത് തുറന്നു തരാൻ പോകുക. अगर कोई विश्वास करने वाला है तो आप पर ऐसे रेलम को परमेश्वर खोल रहा है. അവിടെ നീ കേറുന്നത് എവിടെന്നറിയാവോ? वहां पर आप जब रुकेंगे क्या होगा? മനുഷ്യനെ ഉണ്ടാക്കിയ വർക്ക്ഷോപ്പിൽ, मनुष्य को रचने वाले उस वर्कशॉप में, പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ വർക്ക്ഷോപ്പിൽ, ब्रह्मांड को रचने वाली वर्कशॉप में, ആ വർക്ക്ഷോപ്പിൽ ഉപയോഗിച്ചത് उस वर्कशॉप में जो इस्तेमाल किया गया ദൈവത്തിന്റെ വചനമാണ്. वो वचन था. ആ വചനം അതേ അളവിൽ നിന്റെ നാവിൽ കിട്ടിയ वो वचन आपको आपके मुंह में मिल रहा है. മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ടോ? क्या किसी को समझ में आ रहा है? രാവിലത്തെ മെസ്സേജിന് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ? क्या सुबह के संदेश में थोड़ी और स्पष्टता आ എത്ര रही പേർക്ക് है? കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്? कितनों को थोड़ी और स्पष्टता से समझ आ रहा है? അടുത്തൊരു 10 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. अगले 10 मिनट में आपके लिए प्रार्थना करने जा रहा ഒത്തിരി ഡീറ്റെയിൽസും ഒത്തിരി കാര്യങ്ങളൊന്നും പറയുന്നില്ല. हूं. बहुत सी ज्यादा बातें ज्यादा विस्तार से कुछ नहीं बोल रहा हूं. നീ ഓഫ് ചെയ്താൽ ഓഫ് ആവും. आप अगर बंद करेंगे बंद हो जाएगा, പക്ഷെ ഈ റലത്തിലല്ല. पर इस जगह पे नहीं.
ഇവിടെ നിന്ന് നീ പോണം. यहाँ से आपको जाना है. യോങ്ങിച്ചോ പറയുന്നത്, योंगिचो कहते हैं ഞാൻ 8 മണിക്കൂർ പ്രാർത്ഥിക്കും, मैं 8 घंटे प्रार्थना करता हूँ, 7 മണിക്കൂർ 7 घंटे പ്രിപ്പറേഷൻ ആണ് तैयारी करता हूँ ഈ 4th ഡയമെൻഷനിൽ കയറാൻ. इस चौथे डायमेंशन में घुसने की. ഒരു 7 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ 7 घंटे के बाद എന്റെ ആത്മാവ് മറ്റൊരു ലോകത്തിലേക്ക് കയറും. मेरी आत्मा दूसरे एक जगत में चली जाती है. കണ്ണടച്ചോ, കണ്ണടച്ചോ, കണ്ണടച്ചോ. अपनी आंखें बंद करें, आंखें बंद ഇത് करें. വെറും ഒരു കയ്യടിയല്ല. ये सिर्फ ताली बजाने के लिए नहीं है. അവിടെ കയറിയാൽ अगर वहां चले गए നീ കാലുണ്ടാക്കും, तो आप पैरों की सृष्टि നീ करेंगे, കണ്ണുണ്ടാക്കും, आप आंख बनाएंगे, നീ പുതിയ കിഡ്നി ഉണ്ടാക്കി വെച്ചു കൊടുക്കും, आप नए गुर्दे बना के लगा के നീ देंगे, പുതിയ ഹാർട്ട് ഉണ്ടാക്കി വെച്ചു കൊടുക്കും. नया हृदय बनाकर लगा देंगे. നിന്റെ ഭാവി പിശാച് തകർത്തെങ്കിൽ, अगर शैतान ने आपके भविष्य को बर्बाद कर दिया പിശാച് തകർത്ത ഭാവിയെ നീ അകത്ത് കയറി ഓഫ് ചെയ്യും. तो शैतान द्वारा बर्बाद किए गए भविष्य को अंदर घुसकर आप ऑफ कर देंगे എന്നിട്ടൊരു പുതിയ ഭാവിയെ നീ തുറന്നെടുക്കും. और एक नए भविष्य को आप खोलेंगे. നിന്റെ മിനിസ്ട്രിയെ പിശാച് നിന്റെ മിനിസ്ട്രിയെ പിശാച് തകർത്തെങ്കിൽ, अगर शैतान ने आपकी सेवकाई को बर्बाद किया ഈ है രണ്ടാമത്തെ രാത്രിയിൽ तो इस दूसरी रात ഞാൻ के വീണ്ടും समय പ്രവചിച്ചു പറയുന്നു, मैं भविष्यवाणी करके कहता നിന്റെ हूं മുമ്പിൽ ദൈവത്തിന്റെ കൈറോസ് തുറക്കുകയാണ്. परमेश्वर का काइरोस आपके सामने खुल रहा है. എവിടെയോ ഒരു ക്ലോക്ക് നിന്നെ നോക്കി ചിരിച്ച ക്ലോക്ക് നിൽക്കുകയാണ്. कहीं एक जगह जो घड़ी आपको देखकर हंसती थी वो रुक रही है. ചിലരുടെ മുമ്പിൽ ദൈവത്തിന്റെ ഘടികാരം ചലിച്ചു തുടങ്ങുകയാണ്. कुछ लोगों के सामने परमेश्वर की घड़ी शुरू हो रही है. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സാധാരണ മൂവ് അല്ല, ये एक साधारण आंदोलन नहीं है. ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത, आज तक जो केरल ने नहीं देखा, ഇതുവരെ കേരളത്തിന്റെ ആത്മമണ്ഡലങ്ങൾക്ക് പരിചയമില്ലാത്ത आज तक जो केरल के आत्मिक जगत को जिसका पता ഒരു नहीं है, മേഖല ദൈവം നിനക്ക് തുറക്കാൻ പോവുകയാണ്. ऐसा एक जगत प्रभु आपके लिए खोल रहा है. അതാ ദൈവം യാക്കോബിനോട് പറഞ്ഞത്, और यही बात परमेश्वर याकूब से നീ कहता തീയിൽ है, കൂടെ പോയാൽ വെന്തു പോകത്തില്ല, चाहे आग में से होकर जाए वो तुझे വെള്ളം जला नहीं നിന്നെ पाएगी, മുക്കിക്കളയത്തില്ല. पानी तुझे डुबा नहीं सकेगा, നീ കേറി ചിലതിനെ ഓഫ് ചെയ്യും. तू घुसकर कुछ बंद करेगा. നൈസായിട്ട് സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. बड़े आराम से शेर का मुंह बंद कर दिया. നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന ക്യാൻസറിനെ കേറി ഓഫ് ചെയ്യുക. आपके शरीर में जो कैंसर है उसको वहां घुस के बंद कर दें.